എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കാം ആണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇന്ന് നടക്കുന്നത്? UGC അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനേക്കാൾ കൂടുതൽ ഇന്ന് കേരളത്തിൽ ആൾക്കാരുടെ ഇരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ. മലപ്പുറം പൊന്നാനിയിൽ വൻതോതിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തു. നിരവധി യൂണിവേഴ്സിറ്റികളുടെ പേരുള്ള 100,000-ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പിടിച്ചത്. ഒരു കുട്ടിയുടെ പേരന്റായിട്ട് അഭിനയിപ്പിച്ചിട്ട് നല്ലൊരു സ്ഥാപനത്തെക്കുറിച്ച് മോശവും പറയും, നിങ്ങൾ വിടുന്ന സ്ഥാപനത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പറയാൻ വേണ്ടി കൺസൾട്ടൻസി. ഇതിന്റെയൊക്കെ പിന്നിൽ റാക്കറ്റുകൾ ഉണ്ട്. എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ സെക്ടർ പൈസ ഉണ്ടാക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് 80 ലക്ഷം രൂപ വരെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവറേജ് ടേൺ ഓവർ പറഞ്ഞാൽ എത്രയായിരിക്കും? 1 കോടി 2 കോടി ഒരു കാൻഡിഡേറ്റിൽ നിന്ന് ഡൊണേഷൻ മേടിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്കറിയാം. മൾട്ടി ക്രോർസ് ആയിരിക്കും. മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഫാമിലിയെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ വിപത്താണ് ഈ മൈഗ്രേഷൻ. വിദേശങ്ങളിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം തിരിച്ചു വരുക എന്നൊരു പ്രതിഭാസം സംഭവിക്കുന്നത് സുനാമി വരുന്ന പോലെ ആയിരിക്കും. വിദേശ വിദ്യാഭ്യാസം സ്കാം തന്നെ പറയാം. BBA കോഴ്സ്, MBA കോഴ്സ്, MSW ഇങ്ങനെയുള്ള ചെറിയ കോഴ്സുകൾക്ക് വേണ്ടി 1 കോടിക്ക് പുറത്ത് ചെലവാക്കിയാണ് വിദേശത്തേക്ക് പോകുന്നത്. മണി ലെൻഡേഴ്സിന്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് സ്വന്തം വീടും സ്ഥലവും പണയം വെച്ചിട്ടുള്ള 99% ആൾക്കാരും ബാധ്യതയിൽ നിന്ന് കരകയറാൻ പറ്റാതെ ആത്മഹത്യയിലേക്ക് പോകും. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വന്നിട്ട് പിന്നീട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് സാറിന് തോന്നുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു MBBS അല്ലേ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പ്. ജർമ്മനിയിലാണെങ്കിലോ ഓസ്ട്രേലിയ ആണെങ്കിലോ അല്ലെങ്കിൽ ലണ്ടനിലാണെങ്കിലോ ഒക്കെ പോകുമ്പോൾ അവിടുത്തെ കെയർ ഹോമുകളിൽ പോയിട്ട് കുട്ടികൾ ജോലികൾ ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അവിടെ നഷ്ടപ്പെടുന്നത് ഒരു വലിയ ജീവിതമാണ്, വലിയൊരു കരിയറാണ്. പല ഏജൻസികളും IELTS പാസ്സാക്കിയവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഓഫർ കൊടുത്ത് പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര പഴയ സിലബസ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കുറെ റോബോട്ടിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ AI ഇന്റലിജൻസ് നോളജ് ആയിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ അക്കാഡമിക്സിൽ ആക്ച്വലി ഇല്ല. എങ്ങനെയാണ് ഒരു കുട്ടിയെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊരു അറിവും എൻകാഷ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. എന്തു പഠിച്ചാലും ആ പഠിച്ച മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആളാകാനുള്ള അവസരമാണ് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ വഴി അവർക്ക് കിട്ടുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ മെയിൻലി നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ ഇന്നെൻ്റെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. യെസ്, അൺഎംപ്ലോയ്മെൻറ്റ്, മൈഗ്രേഷൻ. ഇങ്ങനെ ഇപ്പം ഒരു 10 കുടുംബം എടുത്തു കഴിഞ്ഞാൽ ഒരു 8 കുടുംബങ്ങളിലും ആൾക്കാരെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ പഠിക്കാൻ പോയി അല്ലെങ്കിൽ നാട്ടിൽ ജോലി കിട്ടാതെ ഇന്നും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവേയിൽ, അതായത് 2024 to 2025 നടത്തിയ ഒരു സർവേയിൽ 5 to 7% നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള റേറ്റ് വന്നിരിക്കുന്നത്. അതായത് 100 പേര് ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 5 പേര് അല്ലെങ്കിൽ 7 പേര് സ്റ്റിൽ അൺഎംപ്ലോയിഡ് ആണ്. സോ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. സോ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വളരെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർപേഴ്സണായ മധു T. ഭാസ്കർ എന്നാണ്. ഹായ് സർ, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. ഫൈൻ പൂജ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മളെന്നല്ല, പൊതുവെ എല്ലാ രാജ്യങ്ങളും സ്റ്റുഡൻസിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കാം നാളെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളൊരു വിഷൻ കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ്, നമ്മുടെ കാലിബറുള്ള സ്കിൽഫുള്ളായിട്ടുള്ള യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ജോലി അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്നത് ഈസി ആവാത്തത്? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? ഇപ്പം ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും കൂടെയാണ്. സാറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് എന്തുകൊണ്ടായിരിക്കാം ഇത് നടക്കുന്നത്? വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ ദി യങ് ജനറേഷൻ. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. നമ്മൾ അക്കരപ്പച്ച എന്ന് കേട്ടില്ലേ, അത് മാത്രമാണ് ഇതിൻ്റെ കാര്യം. ഈ
ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് വിദ്യാഭ്യാസം പോകുന്നു, വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വിദ്യാഭ്യാസത്തിന് വരുന്നതോ തെറ്റായ ഒരു കാര്യമല്ല. നമ്മളുടെ കുട്ടികളെ നമ്മൾ വളരെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുന്നത് പഠിക്കുക, പരീക്ഷ എഴുതുക, പഠിക്കുക, പരീക്ഷ എഴുതുക. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിദേശങ്ങളിൽ മാത്രമാണ് നല്ല ഒരു അവസരങ്ങൾ കിട്ടുന്നത്, അല്ലെ പണം സമ്പാദിക്കാനുള്ള അവസരമുള്ളത്. മെഡിക്കൽ വിദ്യാഭ്യാസമല്ലാത്ത മെഡിക്കൽ മേഖല വിട്ട് മറ്റു മേഖലയിലേക്ക് പോകുമ്പോൾ എപ്പോഴും മെഡിക്കലാണെങ്കിൽ ഒരു 80% കുട്ടികൾ എബ്രോഡ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ എൻട്രൻസ് തന്നെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്നത്. വിദേശം എന്നുള്ളത് അങ്ങ് സെറ്റായിരിക്കണം. ഈ വഴക്കിനൊക്കെ പോകുന്ന കുട്ടികളോട് പറയും, അവരൊരിക്കലും നമ്മൾ നിരാശപ്പെടുത്തരുത്, നിരുത്സാഹപ്പെടുത്തരുത്. അവരെ സംബന്ധിച്ച് നല്ല കഴിവുള്ളവരാ. അവരെ ഇന്ത്യൻ ഡിഫൻസ് സർവീസിലേക്ക് നമുക്ക് ഉപയോഗിക്കാം, ബോർഡറിലേക്ക്. എന്നെപ്പോലെ പേടിയുള്ള ആൾക്കാർക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും കരിയറിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത് നമ്മുടെ മൈക്ക് ടൈസൺ. ഒരു സ്ട്രീറ്റ് ഫൈറ്ററായിരുന്ന മൈക്ക് ടൈസൺ ലോകം കണ്ട ഏറ്റവും നല്ല ബോക്സറായി മാറ്റിയതാണ് അധ്യാപനം. അതാണ് അറിവ്, അതല്ലേ വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസം കേരളത്തിൽ ഇത്രയും ഈ ഒരു സാഹചര്യം മുതലാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഏതെങ്കിലും സബ്ജക്റ്റ്, വാട്ട് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഞാനൊരു 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് തന്നെ സമ്പാദിപ്പിക്കാം. 5 വയസ്സുള്ള കുട്ടിയെ ചലഞ്ച് ചെയ്തു, 10 വയസ്സുള്ള കുട്ടിയെ ഒരു വിദ്യാഭ്യാസവും വേണ്ട, വെറുതെ ഒരു കയ്യിലൊരു ഫോണുണ്ടെങ്കിൽ ആ ഫോൺ ഉപയോഗിച്ചിട്ട് ഞാൻ കേരളത്തിലെ ഒരുപാട് വീട്ടമ്മമാർ തന്നെ വീട്ടിലിരുന്ന് വിദേശ രാജ്യങ്ങളിലുള്ള ജോലി ചെയ്ത് 1.5 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന വീട്ടമ്മമാരെ ഞാൻ കൊച്ചിയിലും കാണിച്ചു തരാം, ബാംഗ്ലൂരും കാണിച്ചു തരാം. എൻ്റെ റിലേറ്റീവ് സർക്കിളും ഫ്രണ്ട് സർക്കിളും ഒക്കെ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. വീട്ടിൽ അടുക്കളപ്പണിക്ക് ശേഷം ഒരു ലാപ്ടോപ്പും വെച്ചുകൊണ്ട് അടുക്കള ഓഫീസാക്കിയിരുന്ന് ഓസ്ട്രേലിയൻ കമ്പനിയുടെയും ജർമ്മൻ കമ്പനിയുടെയും ഇറ്റാലിയൻ കമ്പനിയുടെയൊക്കെ ജോലികൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കോവിഡ് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, എന്താ? വർക്ക് അറ്റ് ഹോം, വീട്ടിൽ നിന്ന് എന്ത് ജോലികളും ചെയ്യാം, അല്ലേ? ഇപ്പോൾ ടെലിമെഡിസിൻ വരെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ മേഖലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ഡോക്ടേഴ്സൊക്കെ ടെലിമെഡിസിനിലൂടെ കൂടെയും ഈ കേരളത്തിലെ പേഷ്യൻറ്റുകൾ ചികിത്സിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും മെഡിക്കലായ ഒരുപാട് കുട്ടികളും ഇതുപോലെ ഫോറിൻ രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ ജോലി, വിദേശത്ത് പോകാതെയോ പാസ്പോർട്ട് പോലും ഇല്ലാതെ വീട്ടിലിരുന്ന് കേരളത്തിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. കോമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ പോയി വർക്ക് ചെയ്യണം. നമ്മളൊക്കെ ബാങ്കിൽ പോകുന്നത് എന്തിനാണ്? ബാങ്കിൽ പൈസ ഇടാൻ വേണ്ടിയോ പൈസ എടുക്കാൻ വേണ്ടിയോ? പഠിക്കുന്ന ഏത് കുട്ടിക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്ത്യൻ്റെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഷെഡ്യൂൾ ബാങ്കുകളായിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്കുകളായിക്കോട്ടെ, ഫിനാൻസിങ് സെക്ടറിൽ നല്ല അവസരങ്ങളുണ്ട്, ഇൻഷുറൻസ് മേഖലയിൽ നല്ല അവസരങ്ങളുണ്ട്, ബിസിനസ് മേഖലയിൽ നല്ല അവസരങ്ങളുണ്ട്, HR-ലും ഫിനാൻസിലും ഓപ്പറേഷനിലും മാർക്കറ്റിങ്ങിലും സെയിൽസിലും അഡ്മിനിസ്ട്രേഷനിലും എല്ലാ മേഖലകളിലും അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയോ ആ അവസരങ്ങളിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഇന്ന് വിദ്യാഭ്യാസം ഇവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങളിലും ഫെയിലാകുന്നുണ്ട്, അല്ലെ എഫർട്ട് എടുക്കാത്തതുകൊണ്ട്. എഫർട്ട് എടുക്കുന്നത് പർപ്പസിന് വേണ്ടി ആയിരിക്കണം, അല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയല്ല. ഇങ്ങനെ നമ്മൾ ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഫാമിലിയെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ വിപത്താണ് ഈ മൈഗ്രേഷൻ. നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പോലും നമ്മൾ പാഠം പഠിപ്പിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു റേസിസത്തിലൂടെ ആവാം, അല്ലെങ്കിൽ അവരുടെ സ്വദേശീയവൽക്കരണത്തിലൂടെ ആവാം. വിദേശങ്ങളിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം തിരിച്ചു വരിക എന്നൊരു പ്രതിഭാസം സംഭവിക്കുന്നത് ഇറ്റ്സ് എ ഹൊറിബിൾ കണ്ടീഷനാണ്. അതാർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സുനാമി വരുന്ന പോലെ ആയിരിക്കും. നമ്മളുടെ കംപ്ലീറ്റ് സാമ്പത്തിക സ്ഥിതി തരിപ്പണമായി പോകും. വിദേശ വിദ്യാഭ്യാസം എന്നുള്ളൊരു സ്കാം തന്നെ പറയാം. അതുകൊണ്ട് കേരളത്തിലെ ഇന്ന് ബാങ്കുകളിൽ വിദ്യാഭ്യാസ വായ്പ ഒരു BBA കോഴ്സ് അല്ലെങ്കിൽ MBA കോഴ്സ് അല്ലെങ്കിൽ MSW ഇങ്ങനെയുള്ള ചെറിയ കോഴ്സുകൾക്ക് വേണ്ടി 1 കോടിക്ക് പുറത്ത് ചിലവാക്കിയാണ് വിദേശത്തേക്ക് പോകുന്നത്. ഈ ഒരു MBAയോ അല്ലെങ്കിൽ BBAയോ അല്ലെങ്കിൽ MSWയോ BSWയോ പോലുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ഈ 1 കോടി രൂപയ്ക്ക് 1 ലക്ഷം രൂപ പ്രതിമാസം പലിശയാവും. പല പേരൻസും എനിക്ക് നേരിട്ടറിയാവുന്ന പല കുട്ടികളും എന്നോട് അഡ്വൈസ് ചെയ്യും, ഞാൻ ഒരിക്കലും വിടരുതെന്ന് പറയുമ്പോൾ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി നാഷണലൈസ്ഡ് ബാങ്കിലും ഷെഡ്യൂൾ ബാങ്കിലും കോർപ്പറേറ്റ് സൊസൈറ്റികളിലും ഇനിയും മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് സ്വന്തം വീടും സ്ഥലവും പണയം വെച്ചിട്ടുള്ള 100 കണക്കിന് പേരൻസിനെ അറിയാം. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും അവരുടെ ട്രഡീഷനെ തന്നെ ബാധിക്കും. നേരത്തെയൊക്കെ പണ്ട് ഒരു 25 വർഷം മുമ്പ് ഞാൻ ലോൺ എടുത്താൽ എന്നെ മാത്രമേ ഇഫക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, എൻ്റെ കുടുംബത്തിനെ ഒരു എഫക്റ്റ് ചെയ്യും.
അത് ഇപ്പോൾ ക്രെഡിറ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സിബിൽ എന്ന് നമ്മളൊക്കെ പറയാനുള്ള 3-4 ഏജൻസികളുണ്ട്. അവർ നമ്മളും നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരെയും കൂടെ ഗ്യാരണ്ടി വെച്ചിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അപ്പോൾ അവരുടെ ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരും തലമുറയ്ക്ക് പോലും നല്ല ഒരു അവസരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ബാരിക്കേഡാണ്. ആ ബാരിക്കേഡ് കടന്നു പോകാൻ പറ്റത്തില്ല, ബാധ്യതയാവുന്ന. അത് എൻകാഷ് ചെയ്യുന്നത് 1%, ബാക്കി 99% ആൾക്കാരും ആ ബാധ്യതയിൽ നിന്ന് കരകയറാൻ പറ്റാതെ ചിലവർ ആത്മഹത്യയിലേക്ക് പോവും, ചിലവർ വീട് സ്ഥലം വിറ്റിട്ട് വാടക വീട്ടിലേക്ക് പോയി ചെറിയ ജോലികളിൽ കൂടും. ഇതെൻ്റെ ഫെയ്റ്റാണ്, എൻ്റെ വിധി ആണെന്ന് അവസാനം നമ്മൾ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ 1% ആൾക്കാർ വരുന്നത്, അവർ പോയി ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് തന്നെ റിയലൈസ് ചെയ്യും, ഞാനിവിടെ വന്നേക്കുന്നത് എന്നെ അവിടെ രാജാവിനെ സ്വീകരിക്കുന്നവരെ അവർ സ്വീകരിക്കത്തില്ല എന്ന് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവിടെ ചെന്ന് കിട്ടുന്ന ഈ താമസ സൗകര്യമാണെങ്കിലും അവരുടെ ജോലിയാണെങ്കിലും അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല. പിന്നെ എൻ്റെ വീട് പോകുമല്ലോ, കുടുംബം പോകുമല്ലോ, ഞാൻ തിരിച്ച് നാണക്കെട്ട് പോകുമല്ലോ, എൻ്റെ തന്നെ കയ്യിലെ കുഴപ്പം കൊണ്ടാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ഏത് രീതിയിലുള്ള ഏത് തരത്തിലുള്ള ലേബർ ലെവലിലുള്ള ജോലി, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നൊക്കെ പറയും, പക്ഷെ ആ ലേബർ ലെവലിലുള്ള ജോലികൾ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയാണോ നമ്മുടെ കുട്ടികളെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത്? മറിച്ച് നല്ലൊരു തൊഴിൽ പഠിപ്പിച്ച് നല്ലൊരു ടെക്നോളജി കൊടുത്ത് അതിൽ എക്സ്പെർട്ട് ആക്കിയ ശേഷം ഈ വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും, എസ്പെഷ്യലി കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്. ഞാൻ കന്നഡയിലേക്ക് താമസിക്കുന്നത്, അപ്പം എന്നോട് അവർ കളിയൊക്കെ പറയാറുണ്ട്, ചന്ദ്രനിൽ പോയാലും നിങ്ങളുടെ ആൾക്കാർ മലയാളികൾ അവിടെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അല്ലോ, ഇപ്പോൾ ഞാൻ റിപ്പബ്ലിക് ഡേക്കോ ഇൻഡിപെൻഡൻറ്റ് സ്പീച്ചിലൊക്കെ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, പൂർണ്ണ വിദ്യാഭ്യാസം. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം അവർ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ട് ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയോ അല്ലേ. അവർ അന്ന് പണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ സമ്പാദിച്ച് കൂട്ടിയെടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചതൊക്കെ ഇപ്പോൾ തീർന്നുപോയി. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പ്രോഡക്റ്റുകൾ ലോകത്ത് എവിടെയും ഇല്ല, പക്ഷേ ചൈനീസ് പ്രൊഡക്റ്റുകൾ ലോകത്ത് എവിടെയും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ ലോകത്തിന് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ യങ് ജനറേഷൻ, അത് സർവീസ് ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും ഏത് രീതിയിലുള്ള ആണെങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് നമ്മുടെ നാടിനെ സാമ്പത്തികമായിട്ട് ഇപ്പോഴല്ലേ പിന്നെ പിടിച്ചു ഉലയ്ക്കും. വളരെ താമസിയാതെ തന്നെ അതുണ്ടാവും. ഇപ്പോൾ സാർ ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. അതായത് നമ്മൾ പുറമേ ഇന്ന കോഴ്സുകളൊക്കെ എടുത്താൽ നല്ലതായിരിക്കും എന്ന് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ അവിടെ ഒരു കോഴ്സ് എടുക്കുന്നു. പക്ഷെ ആ കോഴ്സ് എടുത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഗുണമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കോഴ്സുകൾ ഉണ്ടാവില്ലേ, നമ്മൾ അവിടെ ആ കോഴ്സ് പഠിച്ചതുകൊണ്ട് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വന്നിട്ട് പിന്നീട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് സാറിന് തോന്നുന്ന, അല്ലെങ്കിൽ സാറിന് അറിയാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? നല്ല രസമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു MBBS അല്ലേ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പ്. അപ്പോൾ യുക്രൈനിൽ മുതലുള്ള, ഞാൻ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ വിദേശത്ത് മെഡിക്കൽ സയൻസിന് വേണ്ടി പോകുന്നത് കേരളത്തിലെ കുട്ടികളാണ്. 20 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ മുടക്കി പോയിട്ട് തിരിച്ചു വന്നവർക്ക് ആർക്കും ഒരു ഹോസ്പിറ്റലിലും ഒരു ട്രെയിനിങ്ങിൽ പോലും ആരും എടുക്കില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു കാര്യം, പേര് പറയാൻ പറ്റത്തില്ല, കൊച്ചിയിൽ നിന്ന് തന്നെ ഒരു 4 പേര് വന്നിരുന്നു, ഡോക്ടേഴ്സാണ്. വന്നിട്ട് എന്നോട്, സാറിൻ്റെ കോളേജിൽ ഞങ്ങൾ അഡ്മിഷൻ ചെയ്യട്ടെ, എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യട്ടെ, ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞ് 3 പേര് പരിചയപ്പെടുത്തിയപ്പം ഞാൻ ആദ്യം ചിരിച്ചു പോയി. അപ്പോൾ എന്താണ് ചോദിച്ചപ്പം, അല്ല എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നല്ല പൈസ കിട്ടും, അല്ലാതെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പ്രാക്ടീസ് ഒന്നുമില്ല, അതിനെക്കാട്ട് കൂടുതൽ ഫാർ ബെറ്റർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് നമ്മളിപ്പോൾ പ്ലേസ്മെൻറ്റ് കൺസൾട്ടൻസി ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നഴ്സുമാരെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കയറ്റി വിടുന്ന ഒരു പരിപാടി. ഞങ്ങൾ പിന്നെ വിദേശത്തുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ട്, ഞാൻ ഈ റോഡ് പണിയെ കോൺട്രാക്റ്റ് എടുക്കുന്നത് കണ്ടുണ്ട്, ബിൽഡിംഗ് പണിയും ഒക്കെ കോൺട്രാക്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ വിദ്യാഭ്യാസം കോൺട്രാക്റ്റ് എടുത്തെന്നാണ് പറയുന്നത്. അതിനൊരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റും ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെയോ UGCയുടെയോ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ നോംസൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു എഗ്രിമെൻ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ കോളേജിൻ്റെ മൊത്തം ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടക്കാരാണെന്നാണ് അവൻ പരിചയപ്പെടുത്തിയത് തന്നെ. അപ്പോൾ അവർ കണക്ട് ചെയ്ത് ഒരു മിനിമം ഒരു 500-ൽ കൂടുതൽ മെഡിക്കൽ വിദ്യാഭ്യാസം ചൈനയിലും റഷ്യയിലും ഉക്രൈനിലും ഒക്കെ പാസ്സായിട്ടുള്ള 500-ൽ കൂടുതൽ റെസ്യൂം എൻ്റെ അടുത്തുണ്ട്. പല രീതിയിലും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചതാ എന്ന് പറഞ്ഞിട്ടാണ് പലരും അപ്രോച്ച് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പ്രാക്ടിക്കലിനെങ്കിലും കയറ്റിയാൽ മതി, അത്ര കൂടുതൽ ബാധ്യതയുണ്ടെന്ന് പെൺകുട്ടികൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എന്തെങ്കിലും പൈസ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ IELTS കഴിഞ്ഞ് വിദേശത്തേക്ക് കൊണ്ടുപോകാം. പല ഏജൻസികളും IELTS പാസ്സാക്കിയവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഓഫർ കൊടുത്ത് പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുമുണ്ട്.
ഇപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഇത്തിരി ഡാർക്ക് സൈഡ് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി പോയിട്ട് പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ നാട്ടിലേക്ക് പൈസ അയക്കുകയാണ്. സോ ഒബ്വിയസ്ലി ഇവിടെ നമുക്കൊരു മണി ഫ്ലോ ഉണ്ടാവും. അതായത് ടാക്സ് വൈസ് ആയിക്കോട്ടെ, സ്പെൻഡിങ് വൈസ് ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ഒരു മണി ഫ്ലോ നടക്കുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ നാട്ടിനൊരു പോസിറ്റീവ് സൈഡല്ലേ? അല്ല, മണി ഫ്ലോ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നത് ശരി. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലോ ഓസ്ട്രേലിയ ആണെങ്കിലോ അല്ലെങ്കിൽ ലണ്ടനിലാണെങ്കിലോ ഒക്കെ പോകുമ്പോൾ അവിടുത്തെ കെയർ ഹോമുകളിൽ പോയിട്ട് കുട്ടികൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോലികൾ ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ആ പൈസയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. പക്ഷേ ഈ കെയർ ഹോമുകളിൽ അവർ ജോലി ചെയ്തുകൊണ്ട് അവരുടെ കരിയർ എവിടെ പോയിൻ്റ് ചെയ്യും? അവിടെ നഷ്ടപ്പെടുന്നത് ഒരു വലിയ ജീവിതമാണ്, വലിയൊരു കരിയറാണ്, വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി. ഈ പോകുന്ന കുട്ടികൾ സാധാരണ കുട്ടികളല്ല, നന്നായി പഠിക്കുന്ന കുട്ടികളും അത്യാവശ്യം വീട്ടിൽ സാമ്പത്തിക ചുറ്റുപാടും നിലവാരം ഉള്ള കുട്ടികളാണ്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കിട്ടുന്ന ഒരു ചാൻസിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള അറിവല്ല. വിദേശങ്ങളിൽ പോയിട്ട് സമ്പാദിച്ചു വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്ഥലമാണ് മലയാളികളുള്ള സ്ഥലമാണ് കേരളം, അല്ലേ? ഇന്ത്യയിൽ തന്നെ വിദേശങ്ങളിൽ പോയി സമ്പാദിച്ചു വന്നതിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട്ട് നേരിട്ടൊന്ന് പരിചയപ്പെട്ട്, നിങ്ങൾ വിദേശത്ത് പോയി പഠിച്ചിട്ടാണോ ഈ ലെവലിൽ എത്തിയത്? അങ്ങനെ വിദേശങ്ങളിൽ പോയി പഠിച്ച 10 20 പേരെ വീട്ടിൽ പോയി കണ്ടിട്ട് അവരുടെ മൊത്തം ചിലവ് എത്രയായി, അവരവിടുന്ന് സമ്പാദിച്ചോ, അതുകൊണ്ട് നമുക്കൊരു നല്ല ലൈഫിലേക്ക് എത്താൻ പോകുമെന്ന് അവരോട് ചോദിച്ചാൽ അവരാരും പറയൂല പോകാൻ. അവരുടെ മക്കളെ വിടുകയില്ല. വിദേശങ്ങളിൽ പോയി പഠിച്ച ഒരാൾ പോലും അവരുടെ മക്കളെ വിടുകയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. നമ്മളിപ്പോൾ പൊതുവേ ഇപ്പം ഇത് കാണുന്ന കുറേ കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് ഉണ്ടാവും. അപ്പം ബേസിക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മളിപ്പം നാളെ ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 3-4 സ്ഥലത്ത് നമ്മൾ കമ്പയർ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതിലൊരു ചിലവുണ്ടെങ്കിൽ അതിനൊരു 3-4 സ്ഥലത്ത് കമ്പാരിസന് വേണ്ടി നമ്മൾ കൊട്ടേഷൻ കളക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കമ്പാരിസൺ നടത്തും ഭയങ്കരമായിട്ട്. ഡേറ്റ കളക്ട് ചെയ്യും. സോ ഇത് ഭയങ്കര കുറവായിട്ട് തോന്നുന്നുണ്ട് ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു നിങ്ങളുടെ ചുറ്റുപാടും ഈ അബ്രോഡ് പോയി പഠിച്ച കുട്ടികളും പാരൻസിനായിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവർ ഇത്രയും അവരുടെ കയ്യിലുള്ള ഡേറ്റ അല്ലാതെ നിങ്ങൾ ശരിക്കും ചുറ്റുപാടൊന്ന് കണ്ണുറന്ന് നോക്കി എന്തൊക്കെയാണ് നടക്കുന്നത്, എത്ര ചിലവ് വരുന്നുണ്ട്, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി സാധ്യതകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു ഡേറ്റ കളക്ട് ചെയ്യൂ. അല്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു സോക്കോൾഡ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞൊരു ഡേറ്റ മാത്രം വെച്ച് പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ സ്കാമുകൾ സാറ് പറഞ്ഞൊരു പോയിൻ്റാണ്. കഴിഞ്ഞ വർഷം ഒരു എൻഡോട് കൂടിയിട്ട് മലപ്പുറത്തെ ഒരു റാക്കറ്റ് 1 ലക്ഷത്തോളം സ്റ്റുഡൻസിന് ഫേക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അബ്രോഡ് കടത്തി എന്ന് പറയുന്ന ഒരു ന്യൂസ് നമ്മൾ കേട്ടു. ഞാൻ തന്നെ ഭയങ്കര, ഇത്രയും അധികം സ്റ്റുഡൻസിന് ഫേക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യാതൊരു വക ബാക്ക്ഗ്രൗണ്ട് ചെക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഈ കുട്ടികൾ ഇതിനകത്ത് വന്ന് പെടുന്നത്. ഇതിപ്പം വളരെ യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമായി തുടങ്ങി ഈ സ്കാം എന്ന് പറയുന്നത്. എനിക്കറിയേണ്ടത്, സാർ ഇതിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കാം ആണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇന്ന് നടക്കുന്നത്? സർട്ടിഫിക്കറ്റ് അന്ന് മലപ്പുറത്ത് അടിച്ചെന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമായിട്ടും തോന്നിയില്ല. ഇവിടെ ഏത് സർട്ടിഫിക്കറ്റും അവൈലബിളാണ്. നിങ്ങൾക്ക് MBBS BDS നഴ്സിംഗോ എഞ്ചിനീയറിങ്ങോ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ സ്കാം എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും നമ്മുടെ UGC അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനേക്കാൾ കൂടുതൽ ഇന്ന് കേരളത്തിൽ ആൾക്കാരുടെ ഇരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ്. സീരിയസ്ലി ആയിട്ടും. ഇതുകൊണ്ട് തന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഡിജി ലോക്കർ ആക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ ഹാർഡ് കോപ്പി കൊടുക്കുന്നത് വിട്ട്. ഇപ്പം ഞാൻ കേരളത്തിലെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും അറിവുള്ളൊരു കാര്യം, നഴ്സിംഗ് പഠിക്കുമ്പോൾ മാത്രമാണ് അതിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അപ്രൂവൽ വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ അപ്രൂവൽ വേണം, യൂണിവേഴ്സിറ്റി അപ്രൂവൽ വേണം. ഇതൊക്കെ വെബ്സൈറ്റിൽ കയറി നോക്കാൻ കേരളത്തിലെ ഏകദേശം 80% പേരൻസിനും കുട്ടികൾക്കും അറിയാം. എങ്കിലും 20% കുട്ടികൾ ഇപ്പോഴും യാതൊരുവിധ അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പോയി പഠിച്ച് വിദേശത്തും നാട്ടിലും ഒരു ജോലി കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചപ്പം അവൾ പറഞ്ഞത്, എൻ്റെ +2 രജിസ്ട്രേഷന് പോയപ്പം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വ്യാജനാണ്. പക്ഷേ കുട്ടി BS നഴ്സിംഗ് പഠിച്ചു, പാസ്സായി, നേഴ്സായി. പക്ഷേ
നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടി ചെന്നപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വ്യാജനാണ്. സാറേ എന്തെങ്കിലും ചെയ്യാവോ? 5-10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഞാൻ വേണമെങ്കിൽ നമ്പറും കോൺടാക്ട്സും തരാം. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ റാക്കറ്റുകൾ, പ്ലാൻഡ് ആയിട്ടുള്ളൊരു മാഫിയ വേണമെന്ന് പറയാം ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ നിന്നു കൊടുക്കുന്നതാണ്. ഒരു കോഴ്സിന് പഠിക്കാൻ പോകുന്നതിൻ്റെ ബേസിക് അംഗീകാരം, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നതിന് ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരവും, MBBS പഠിക്കുന്നതിന് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരവും, നഴ്സിംഗ് പഠിക്കുന്നതിന് ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും, അതുപോലെ ഈ പഠിക്കാൻ പോകുന്ന ഇപ്പോൾ BBA കോഴ്സ് അല്ലെങ്കിൽ പറയുന്ന പോലെ PCA കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ കോളേജിന് അംഗീകാരമുണ്ടോ, അല്ലെ പല യൂണിവേഴ്സിറ്റി, ഭാരതീയർ യൂണിവേഴ്സിറ്റി, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പല ഞാൻ എടുത്ത് പറയുന്നതല്ല, അവരുടെയൊക്കെ സ്റ്റഡി സെൻറ്ററുകളെന്ന് പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ഓൺലൈനിൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് അടിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ 90% നമ്മൾ കൊച്ചിയിൽ തന്നെ നോക്കിയാൽ മതി, വേറെ എവിടെയും പോകണ്ട. നമ്മൾ തൊട്ടടുത്ത് തന്നെ നോക്കിയാൽ ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റുകൾ, ഏത് സർട്ടിഫിക്കറ്റുകളും. എനിക്കതിന് ഒരു ദിവസം മിനിമം ഒരു 10 കോള് PhDക്ക് വേണ്ടി വിളിക്കും. ആ യൂണിവേഴ്സിറ്റിയിൽ സാറിന് PhD സെലക്ട് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് PhD. ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്ന പല കുട്ടികളുടെയും ബാക്കിലൊക്കെ PhD എന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തിനോട് ചോദിച്ചേട്ടാ നീ 10ാം ക്ലാസ് പാസ്സായോ? അത് സൈനിക സ്കൂളിലാണ് വെച്ചേട്ടാ പഠിച്ചത്, പക്ഷേ അതുകൊണ്ട് പാസ്സാകാൻ പറ്റില്ല. ഞാൻ പറയും നിൻ്റെ പേരിൻ്റെ ഫ്രണ്ടിൽ ഡോക്ടർ എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ചിരിച്ചു. അപ്പോൾ ഡോക്ടറേറ്റ് വരെ കിട്ടും പോരെ. അപ്പോൾ ഈ സ്കാമിൻ്റെ മലപ്പുറത്തുള്ളതൊരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മൾ കണ്ടത് 1%, കാണാത്തത് 99%. അത് നോർത്ത് ഇന്ത്യയിൽ ഇതിനൊരു പ്രത്യേക ലോബി തന്നെ ഉണ്ട്. അവർ അത് സമാന്തര കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് തരാം എന്നും പറഞ്ഞു തന്നെ നമ്മുടെ പല കുട്ടികളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആ സൈറ്റൊക്കെ നോക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുമായിട്ട് ഏകദേശം സിമിലറായിട്ടുള്ള ഒരു സൈറ്റും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വെരിഫിക്കേഷനും വരുമെന്ന് പറയും. എന്താ ഈ ഇവരുണ്ടാക്കിയ വ്യാജ സൈറ്റിലാണ് കയറി വെരിഫൈ ചെയ്യുന്നത്, അല്ലാതെ ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലും സൈറ്റിലല്ല, നഴ്സിംഗ് കൗൺസിൽ സൈറ്റിലല്ല. ഇവർ പഠിച്ച് ഇവർ തന്നെ ഒരു വ്യാജമായിട്ടുള്ളൊരു സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ സൈറ്റിൽ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് പൂജയുടെ ഫോട്ടോ ഒക്കെ അതിനകത്ത് കാണാം. വെരിഫൈഡ്, ഇറ്റ്സ് വെരിഫൈഡ്. അപ്പോൾ ഈ അപ്രൂവൽ ഉണ്ടോ സ്ഥാപനം എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, കോളേജിൻ്റെ ചെയർമാൻ പറഞ്ഞല്ലോ അപ്രൂവൽ ഉണ്ടെന്ന്. മലയാളിയല്ലേ, നമ്മളെങ്ങനെ പറ്റിക്കുമോ, ചതിക്കുമോ? നമ്മൾ ചതിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെ നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ, കൊച്ചിയിലാണല്ലോ, ആലപ്പുഴയുള്ള സ്ഥാപനം, ചതിച്ചിട്ട് അവർ എങ്ങോട്ട് പോകാനാ? ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പോലീസിൽ നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ മകനെ ഒരു കോഴ്സ് പഠിപ്പിച്ചു. 3 വർഷം പഠിപ്പിച്ചു, നല്ല രീതിയിൽ പാസ്സായി, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. 98% മാർക്സോടെ ഹയർ സ്റ്റഡീസിന് MBA പഠിക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തപ്പം എലിജിബിലിറ്റി എടുത്തുകൊണ്ടിരാൻ പറഞ്ഞ് എലിജിബിലിറ്റി എടുക്കാൻ ചെന്നപ്പം ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അവിടെ പോയി ആ സെൻറ്ററിൽ പോയി, കൊച്ചിയിലെ ഒരു സെൻറ്ററിൽ പോയിട്ട് പെടലേക്ക് പിടിച്ചു, തലാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞ് സാർ എത്ര നല്ലൊരു പോസ്റ്റിലിരിക്കുന്നത് സാറിന് മനസ്സിലാവൂലേ, ഒരു റെഗുലർ എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ. ഞങ്ങൾ ഡിസ്റ്റൻറ്റ് മോഡിൽ സർട്ടിഫിക്കറ്റാണ് കൊടുക്കാറ്, ട്രെയിനിങ് ആണ് കൊടുത്തത്, ട്രെയിനിങ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ കൊടുത്തത്. ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി കൊടുത്തു, MG യൂണിവേഴ്സിറ്റി കൊടുത്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തു, കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുത്തു. ഞങ്ങളുടെ കൊടുത്ത സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ ബ്രൗസറിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഈ സർട്ടിഫിക്കറ്റ് അവിടുത്തതാണ്. പക്ഷേ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഈ അഡ്രസ്സേ കാണില്ല. കേരളത്തിലെ ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ കീഴിൽ കയറിയെന്നല്ലെങ്കിൽ ഏത് ബോർഡ്, CBSE ബോർഡിൻ്റെ കീഴിൽ കയറിയാൽ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഈ വർഷം അംഗീകാരമുള്ള എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള അവസരമുണ്ട്. പക്ഷേ കുട്ടികൾക്കും പേരൻസിനും ഈ പേഷ്യൻസ് ഇല്ല. ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടോ, ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് കോളേജസ് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യമുള്ളൂ. അത്രയും ക്ഷമ പോലും ഇല്ല. ഇമ്മീഡിയറ്റായി വീടിൻ്റെ അടുത്താണ്, സേഫാണ്. വീടിൻ്റെ പുറത്ത് പോയാലോ, അല്ല കേരളത്തിന് പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോയാൽ നമ്മുടെ കുട്ടികൾ മോശമായി പോകുന്നു ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുകൊണ്ട് വീടിനടുത്ത് അംഗീകാരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ പല കുട്ടികളുടെയും പേരൻസ് എന്നോട് പറയാറുണ്ട്, സർ ഈ പഠിപ്പിക്കുന്ന വലിയൊരു ജോലി കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, കുട്ടിയെ കെട്ടിച്ചു വിടണം, ആ സമയത്ത് 2-3 വർഷത്തേക്ക് വേണ്ടി വിടുന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ വിടുന്നവരുമുണ്ട്. അവർക്ക് ടൈം പാസിന് വേണ്ടി വിടുന്നവരുമുണ്ട്. പിന്നെ ഈ ഓഫർ, വലിയൊരു ഓഫർ, ഒരു പ്ലേസ്മെൻറ്റ്, ഈ വാക്കാണ് ആദ്യം ഡിക്ഷണറി എടുത്ത് കളയേണ്ടത്. മനസ്സിലായോ? പ്ലേസ്മെൻ്റ് എന്ന് കഴിയുമ്പോൾ 100% പ്ലേസ്മെൻ്റ് ഉണ്ടോ? 100% പ്ലേസ്മെൻ്റ് ഉണ്ട്. എന്താണ് ജോലി? പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി അങ്ങ് വീഴുക. ഏത് പോസ്റ്റിലേക്കാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്, ജോലി മേടിച്ചിരുന്നത് ഏത് തസ്തികയിലേക്കാണ്? ഇപ്പോൾ നമ്മൾ BBA പഠിച്ചു കഴിയുമ്പോൾ HR-ലാണോ, ഫിനാൻസാണോ, ഓപ്പറേഷനാണോ, മാർക്കറ്റിംഗ് ആണോ, സെയിൽസ് ആണോ, അഡ്മിനിസ്ട്രേഷൻ ആണോ? ഇപ്പോൾ എയർപോർട്ട് ജോലികളിലാണ് വലിയൊരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിലെ ജോലികളെന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊടുക്കുന്നതൊക്കെ എന്താ, ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിന് ചെറിയ അവിടുത്തെ ബ്യൂട്ടി പേ ഷോപ്പിൽ നിൽക്കുന്നതും അതിൽ ഫുഡ് സെർവ് ചെയ്യുന്ന ജോലിയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അവർക്ക് ഉയർന്നു പോകാൻ പറ്റും.
ഒരു ഗ്രാജുവേഷൻ പോലും ഇല്ല, 2-3 വർഷം കോഴ്സ് പഠിക്കുന്നു, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, വീട്ടിൽ കൊണ്ട് വെക്കുന്നു, പൂജ വെക്കുന്നു. നമ്മൾ എപ്പോഴും കാണാറില്ല ഫ്ലെക്സുകൾ. A+ മേടിച്ച ഒരുപാട് ഫ്ലെക്സുകൾ കാണാറുണ്ട്. പക്ഷേ 5 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് ശേഷവും അവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടമ്മയായിട്ടോ ഏതെങ്കിലും ഒരു ചെറിയ തൊഴിലുമായിട്ട് അവർ ഒതുങ്ങുന്ന ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഈ ഇപ്പം സാറ് പറഞ്ഞ ഒരു ഇപ്പം ഞാൻ ചോദിച്ചൊരു സ്കാമും സാറ് പറഞ്ഞൊരു സ്കാമും നമ്മൾ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഫേക്ക് സർട്ടിഫിക്കറ്റ് എന്നല്ലാതെ ബാക്കി എന്തൊക്കെ സ്കാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് സാറിൻ്റെ അറിവിൽ, ആൻഡ് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രൊഫഷണൽ സക്സസ് ആയ ആൾക്കാർ വട്ടവർ ഏതെങ്കിലും പ്രൊഫഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഈവൻ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ട്രെയിൻ ചെയ്ത് കുട്ടികളെ നല്ല മിടുക്കരാക്കി ഇൻഡസ്ട്രിക്ക് ഉപയോഗമുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ. വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റുകൾ കാണാമല്ലോ. ഇപ്പം പറഞ്ഞ പോലെ 25 വയസ്സിൽ ലൈഫിൽ സക്സസ് ആകും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു TV പരസ്യമൊക്കെ കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ്. അപ്പം എന്നോടൊക്കെ ചോദിക്കാറുണ്ട്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് പഠിച്ചാൽ വലിയ സ്കാപ്പാണ്, 5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇവർ ഈ സ്കാമിനകത്തൊരു പ്രത്യേകത എന്താ അറിയോ? ഞാൻ തന്നെ കുറച്ച് പേരെ സെറ്റ് ചെയ്ത് വെക്കും റെഫറൻസ് കൊടുക്കാൻ വേണ്ടി. ഒരു കുട്ടിയെ ഞാൻ റഷ്യയിലേക്ക് പഠിപ്പിക്കാൻ കൊണ്ടുപോയെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ എന്തായാലും പോയി, നിങ്ങൾ 75 ലക്ഷം രൂപ ഇതിൽ മുതലാക്കാനൊരു വഴിയുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ റെഫറൻസ് തരും, 5 ലക്ഷം രൂപ വെച്ച് തരും, 4 ലക്ഷം രൂപ വെച്ച് തരും. നിങ്ങൾ 10 പേരുടെ റെഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു, നല്ല ഫുഡാണ്, നല്ല ട്രെയിനിങ് ആണ്, നല്ല ഫെസിലിറ്റിയാണ്, റഷ്യയിൽ ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ ഭയങ്കര സന്തോഷവാനാണെന്ന് ഞങ്ങൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, റെഫറൻസ് പറയുക. എന്നിട്ട് അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുക. അവർ ശരിയാണല്ലോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ 10 പേരുടെ ആയി കഴിയുമ്പോൾ മറ്റേ മണി ചെയിൻ പോലെ അവരുടെ പൈസ വന്നു. എൻ്റെ മോളെ 5 വർഷം എന്തായാലും പോയി, എന്നാൽ പിന്നെ ഒരു കള്ളം പറഞ്ഞിട്ടാലും എൻ്റെ വീടും സ്ഥലവും പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പേരൻസ് പർപ്പസ്ഫുള്ളി പറയുന്നുണ്ട്. പല ഇപ്പോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളെ വെച്ചിട്ട് നടത്തുന്ന ആൾക്കാരുടെ സ്കാം ഇത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല കോളേജ് പറഞ്ഞു, ഇപ്പം അമൃതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടി എന്നോട് അവരുടെ പേരൻസ് വിളിച്ചാൽ അമൃതയിലാണ് BC അഡ്മിഷൻ കിട്ടിയെന്ന്. മോള് അമൃതയെ പഠിക്കണ്ട, അതുകൊണ്ട് സാറിൻ്റെ കോളേജിൽ അഡ്മിഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ് അവിടെ തന്നെ മതി, അവിടെ തന്നെ പഠിച്ച കൂട്ടി. അപ്പോൾ അവളുടെ ഒരു കൂട്ടുകാർ പറഞ്ഞു അമൃതയിൽ ഇങ്ങനെ, ഞാൻ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് നമ്പർ സഹിതമുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് വേണ്ട അവിടെ തന്നെ പഠിച്ചോട്ടെ എന്നാൽ ഗൾഫിൽ നിന്ന് വിളിച്ച ഫാദറിനോട് പറഞ്ഞാൽ കുട്ടി അവിടെ തന്നെ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിച്ചു, ഇപ്പോൾ ബാക്കി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ പറയിപ്പിക്കാൻ വേണ്ടി ഏത് സ്ഥാപനത്തിനെ പറ്റി മോശം പറയുന്നതിന് വേണ്ടി മാത്രം ഒരു കൺസൾട്ടൻസി, ഇപ്പോൾ എസ്പെഷ്യലി പൂജ ഒരു ഏതെങ്കിലും കോളേജിനെ പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ ഇതിൽ വെക്കുന്ന പ്രത്യേക ഒരു നമ്പർ കൊടുത്തിട്ട് ഒരു കുട്ടിയുടെ പേരൻ്റായിട്ട് അഭിനയിപ്പിച്ചിട്ട് നല്ലൊരു സ്ഥാപനത്തെക്കുറിച്ച് മോശവും പറയും. ഈ നിങ്ങൾ വിടുന്ന സ്ഥാപനത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പറയാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഈ പറയാറില്ലേ ഈ ഗൂഗിളിലൊക്കെ റിവ്യൂസ്. ഞാൻ ഇപ്പോൾ കുട്ടികളോട് പറയും, നിങ്ങൾ പോയി റിവ്യൂസ് ഇടുക, 50 രൂപ കിട്ടും ഒരു റിവ്യൂവിനും. ഒരു റിവ്യൂസ് 50 രൂപ കിട്ടും. ഒരു റിവ്യൂടെ എത്ര മിനിറ്റ് വേണം? 10 സെക്കൻഡ് മതി. വേണ്ട, ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടി ഇവന് 1 മിനിറ്റ് എടുത്താലും 1 മിനിറ്റിൽ ഒരു റിവ്യൂ ഇടാം. 60 മിനിറ്റിൽ 60 റിവ്യൂ ഇടാം. 60 റിവ്യൂ ഇട്ടാലും ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ ടേക്ക് ഇനി 2 hours ടൈം എടുത്താലും ഒരു റിവ്യൂവിന് 50 രൂപ വെച്ച് വിട്ടാൽ 10 റിവ്യൂവിന് എത്രയായി? 500 രൂപയായി. 100 റിവ്യൂ ഇട്ട് എത്രയായി? 5000 രൂപയായി. അപ്പോൾ കേരളത്തിൽ അവസരം ഉണ്ടോ ഇല്ലയോ? മൈ ഗോഡ്. ഞാൻ വേണേൽ കണക്ട് ചെയ്ത് തരാം. ഞാൻ കണക്ട് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ റിവ്യൂസ് ഇട്ട്. ഇപ്പോൾ ഹോട്ടലിൻ്റെ ഒക്കെ റിവ്യൂസിൻ്റെ ബാക്കിൽ പോയിട്ട് റിവ്യൂസ് നീ ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊരു പാറ്റേൺ ഉണ്ടാവും. അതിനുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഈ റീസെൻ്റായിട്ട് ഞാൻ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് പറയുന്നില്ല. 100-200 ഫോൺ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഏജൻസിനടുത്ത് ഞാൻ വന്നപ്പോൾ റൂം ചോദിച്ചില്ലേ, ഇപ്പോൾ നമ്മൾ കോളേജിൽ ഇങ്ങനെ പോഡ്കാസ്റ്റ് സൈബർ സെക്യൂരിറ്റി കോഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് പ്രൂഫിന് വേണ്ടിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ ഇതെല്ലാം എത്ര വേണമെങ്കിലും റിവ്യൂസ് ഇട്ട ഒരാളുണ്ട്, നല്ല പൈസയും കിട്ടും. ബട്ട് ദിസ് ഈസ് സ്കേറി ആക്ച്വലി. നമ്മളിപ്പോൾ ഇപ്പം ഞാനൊക്കെ ഒരു ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ തന്നെ അഫ്കോഴ്സ് ഐ ഗോ ഫോർ റിവ്യൂസ് ഫസ്റ്റ്. എങ്ങനെയുണ്ട് അതിൽ? അപ്പോൾ അതേ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ റിവ്യൂസ് അല്ലെങ്കിൽ ആൾക്കാരെ പെയ്ഡാക്കി നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഹൗ പീപ്പിൾ ക്യാൻ ട്രസ്റ്റ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കാര്യം സാറ് റിവീൽ ചെയ്യുന്നതോടുകൂടെ ഇത് കാണുന്ന പാരൻസിനും സ്റ്റുഡൻസിനും ഇപ്പോൾ ഒരു ഭയമായിരിക്കും. ലൈക്ക്
മൈ ഗോഡ്, ഞങ്ങൾ എന്താ ഇനി ട്രസ്റ്റ് ചെയ്യണ്ടേ, എവിടെന്നാ ട്രസ്റ്റ് ചെയ്യണ്ടേ, എന്താണ് ഒരു നമ്മളൊരു സോഴ്സ് എന്ന് നമുക്ക് ഓക്കെ ഇത് ട്രസ്റ്റബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ ഉണ്ടാവും. ഇത് ഇങ്ങനെ വരുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ അല്ലേ ശരിക്ക്? ഇത്രയും അധികം പോപ്പുലേഷൻ ആണോ ഇതിൻ്റെ ഒരു റീസൺ? അതായത് ഇങ്ങനത്തെ സ്കാം നടക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നതും. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇന്ത്യയാണ് പോപ്പുലേഷനിൽ ഏറ്റവും ഒന്നാമത് വന്നിരിക്കുന്നത്. ജനസാന്ദ്രതയിൽ കേരളമാണ് ഒന്നാമത് വന്ന് നിൽക്കുന്നത്. സോ ഇത്രയും അധികം ഒരു ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? എന്ത് ഫാക്ടർ ആയിരിക്കും സാർ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക? അത് പറഞ്ഞ പോലെ പണ്ട് മുതലേ കായംകുളം കൊച്ചിനെ പോലുള്ള കള്ളന്മാരും ഇല്ലേ, അപ്പോൾ ഇപ്പോഴും ഉണ്ട്. കോടിക്കണക്കിന് രൂപ തട്ടിച്ചുകൊണ്ട് പോകുന്ന നീരവ് മോദിയെ പോലുള്ള ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, കള്ളത്തരം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ള കാര്യമാണ്. അതുകൊണ്ട് കള്ളത്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അതിലെന്താണ് നമ്മൾ പെട്ടുപോകുന്നത്? ഇത് പെടാതിരിക്കാനുള്ളൊരു വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക, ലോജിക്കിൽ മാത്രം വിശ്വസിക്കുക. ഇപ്പം നമ്മൾ ഈ സ്കാമേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഈ സ്റ്റഡി അബ്രോഡ് അല്ലാതെ നമ്മൾ ഈ സ്കൂളുകൾ, കോളേജുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതെല്ലാം ഇപ്പോൾ റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ജനറലൈസ് ചെയ്ത് പറയില്ല, പക്ഷേ ഒട്ടുമിക്ക സ്കൂളുകൾ, കോളേജുകൾ, ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം റൺ ചെയ്യുന്നത് ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതെ. ഇതിലൊരു വലിയ തന്നെ ഒരു മണി മേക്കിംഗ് പ്രോസസ്സുണ്ട് ഇതിനകത്ത്. സോ എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ സെക്ടർ പൈസ ഉണ്ടാക്കുന്നത്? എത്രത്തോളം ഇതൊരു ലാഭകരമായൊരു ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? അതിപ്പോൾ പറഞ്ഞ പോലെ പോലീസുകാർ കള്ളനോട് എങ്ങനെയാടാ നിന്നെ പിടിക്കുന്നത് ചോദിക്കുന്ന പോലെയാണ് അല്ലേ. ഇപ്പം എഡ്യൂക്കേഷൻ ഏതെങ്കിലും രീതിയിലുള്ള അറിവുകൾ പകരുന്നതാണല്ലോ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുന്നത്. അതിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ പണ്ടൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളുടെ 82% ആൾക്കാരും ഇലിറ്ററേറ്റ് ആയിരുന്നു. 12% ആൾക്കാർക്ക് മാത്രമാണ് പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും കിട്ടിയത്. അതുപോലും ഇല്ലായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകളോ ഇപ്പോൾ കൂടുതലും കമ്മ്യൂണിറ്റി ബേസിലോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലേക്ക് അതിലേക്ക് ധൈര്യമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വള്ളിയെടുത്ത് കെട്ടി തൂങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലെല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പൈസ ഉണ്ടാക്കി ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് നല്ല രീതിയിൽ അത് ഏത് ബിസിനസ്സിലും വരുമാനം കിട്ടും. ബിസിനസ്സിൽ അമ്പലത്തിലും വരുമാനമുണ്ട്, പള്ളിയിലും വരുമാനമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വരുമാനമുണ്ട്. ഏതും നമുക്കത് സ്കാമായിട്ട് എടുക്കാം. പക്ഷേ പല വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നല്ല വിഷണറീസ് ഇരിക്കുന്നത്. ഞാൻ തന്നെ ഈ നമ്മളുടേതായ ഐഡിയ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പേരൻസ് വിളിച്ചു പറയും, കുട്ടികളെ ഞങ്ങളെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടിയല്ല വിട്ടേക്കുന്നത്, പഠിക്കാൻ വേണ്ടിയാന്ന് പറയും. അപ്പോൾ ഞാനപ്പോൾ അവരോട് പറയും, ശരി ഭാഗ്യം MBBS വിടാൻ, ഞാൻ എൻ്റെ മോള് സിലബസേ പഠിക്കത്തുള്ളൂ, പ്രാക്ടിക്കലായിട്ടൊന്നും പഠിക്കത്തില്ല. അപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകണം, പാർട്ട് ടൈം ജോലി ചെയ്യരുത് എന്നാണ് പേരൻസ് പറയുന്നത്. പഠിക്കുന്ന മേഖലയിലുള്ള പാർട്ട് ടൈം ജോലി ചെയ്യാൻ കുട്ടികളുടെ പേരൻസ് സമ്മതിക്കത്തില്ല. സ്കൂളുകളെ സംബന്ധിച്ചും കോളേജുകളെ സംബന്ധിച്ചോളം ഒരു റെപ്യൂട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പൈസ, ഒരു സോഷ്യൽ സർവീസ് എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് പൈസ മേടിക്കുന്നതും, അങ്ങേയറ്റം ഒരു ചെറിയ കോഴ്സുകൾക്ക് വലിയ രീതിയിലുള്ള ഫീസ് മേടിക്കുന്നതും നടക്കുന്നുണ്ട്. ഇന്ത്യയിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഫീസ് മേടിക്കുന്നത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കേരളത്തിൽ തന്നെ. പിന്നെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലൊക്കെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ 80 lakhs വരെ കൊടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്. 80 ലക്ഷം രൂപ വരെ. നിങ്ങൾ അന്വേഷിച്ചറിയാം. 2-3 കോളേജുകളിൽ സെമിസ്റ്റർ ഫീസ് ടോട്ടലി ഒരു 4 വർഷത്തേക്കുള്ള കോളേജിൻ്റെ ഫീസ് മാത്രം 80 lakhs. പിന്നെ മറ്റ് എക്സ്പെൻസുകൾ ഡിപ്പെൻസ് ഓൺ യുവർ ഹോസ്റ്റൽ, അത് വേറെ, അതെന്തായാലും ശരി. അപ്പം 2 കോടി കൊടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരുമുണ്ട്, 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ മെഡിക്കൽ വിദ്യാഭ്യാസം MBBS പഠിക്കുന്നവരുമുണ്ട്. ഇപ്പം നമുക്ക് ഈ എൻട്രൻസ് എന്ന് പറയത്തില്ലേ, അത് അതിനേക്കാൾ വലിയ തട്ടിപ്പ്. കാര്യം നല്ല മിടുക്കരായ കുട്ടികൾക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞൊരു വലിയ തലവേദനയാണ്. എൻ്റെ മോള് മണ്ടിയാണെങ്കിലും അവൾ 3 വർഷം 4 വർഷം 5 വർഷം കൊണ്ട് ട്രെയിനിങ് സെൻറ്ററിലിട്ട് ബൈഹാർട്ട് പഠിപ്പിച്ചിട്ടാണ് അവളെ വിടുന്നത്. യഥാർത്ഥമായിട്ട് നല്ല മിടുക്കരായ കുട്ടികൾ, ടാലൻ്റുള്ള കുട്ടികൾ ഈ വർഷം പഠിച്ചിറങ്ങി വരുന്ന കുട്ടികളോട് മത്സരിക്കുന്നത് അവന് മുമ്പ് 4 വർഷം പഠിച്ചിറങ്ങിയവരാ. വലിയ സ്കാമല്ലേ നടക്കുന്നത്? വലിയൊരു സ്കാമാണ്. ഈ ഒരു വർഷം അല്ലെങ്കിൽ 1 വർഷം കൂടെ അവർക്ക് അനുവദിക്കുകയാണെങ്കിൽ മിടുക്കരായ കുട്ടികൾ, എസ്പെഷ്യലി ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ടോപ്പിൽ വന്നിട്ട് എൻ്റെ മുകളിലെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പലരും ഡ്രോപ്പ് ചെയ്തു പോയി.
ടോപ്പ് റാങ്കിൽ ഓൾ ഇന്ത്യയിൽ ടോപ്പ് റാങ്കിൽ വന്നിട്ട് മെഡിക്കൽ ഡ്രോപ്പ് ചെയ്ത് പോയ കുട്ടികളാണ് കൂടുതൽ. കാര്യം എന്താ, 3 വർഷം 4 വർഷം അവരിന്ന് പഠിച്ചു, മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു, പാസ്സായി. പക്ഷേ ഈ വർഷം നല്ല മിടുക്കരായ ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ട്, അവർക്ക് അവസരങ്ങളില്ല. ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോകണമെങ്കിൽ അവിടെ മിനിമം മുഖ്യമന്ത്രിയുടെ ലെറ്റർ വേണം, വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെറ്റർ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതും ഫുൾ A+ വേണം. എന്നിട്ട് അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ ക്രെഡിറ്റാന്ന് പറയണം. ഏതെങ്കിലും 60% മാർക്സുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് അവരെ മെഡിക്കൽ എൻട്രൻസിൻ്റെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് അവരുടെ കഴിവാണ്. ഇതൊരു കഴിവില്ല. സ്കൂളുകൾ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്കിന് എന്ത് ടെസ്റ്റ് നടത്തുന്നത്, പ്രീവിയസ് അവരുടെ റെക്കോർഡ്സ്, A+ ഫുള്ളുണ്ടോ, 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ ഉണ്ട്, A+ ഫുള്ളുണ്ടോ, +2 അഡ്മിഷൻ ഉണ്ട്, ഡിഗ്രിക്ക് അഡ്മിഷൻ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ബിസിനസ് ഇപ്പം ഇത്രയും സാർ പറഞ്ഞു, ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഡൊണേഷൻസ്, ഫീസ് ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാന്നുള്ളത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, ഒരു വർഷത്തിൽ ഇയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആവറേജ് ടേൺ ഓവർ പറഞ്ഞാൽ എത്രയായിരിക്കും? ജസ്റ്റ് എ നമ്പർ ഐ ആം ആസ്കിങ്. മൾട്ടി ക്രോർസ് ആയിരിക്കും. അത് പറഞ്ഞ പോലെ സ്ഥാപനങ്ങളുടെ ഈ റെപ്യൂട്ടേഷൻ അനുസരിച്ചിട്ട് അതിനുള്ള ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ 1 കോടി 2 കോടി ഒരു കാൻഡിഡേറ്റിൽ നിന്ന് ഡൊണേഷൻ മേടിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ കുറച്ച് സ്കാംസിനെ പറ്റി പറഞ്ഞു. സോ ഞാൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ള കുറച്ച് സ്കാമുകളെ പറ്റി പറയാം. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഫേക്ക് സക്സസ് റേറ്റ് സാറ് പറഞ്ഞ പോലെ ഇതേപോലെ അതൊരു കൈൻഡ് ഓഫ് സ്കാമാണ്. അല്ലെങ്കിൽ റാങ്ക് മാനിപ്പുലേഷൻ, ഇത്രയും അധികം റാങ്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് പറയുന്നൊരു സ്കാം. പെയ്ഡ് ടെസ്റ്റിമോണിയൽസ് നമുക്ക് വരും. അതായത് ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെയ്ഡായിട്ട് 5 ലക്ഷം രൂപ തരാം, നിങ്ങൾ മറ്റു കുട്ടികളോട് പറയൂ ഇത് നല്ലൊരു കോളേജാണെന്ന് പറയൂ എന്ന് സാർ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചിട്ട്. ആൻഡ് ഓൾസോ ഇൻഫ്ലുവൻസർ പ്രൊമോഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ കോളേജ് നല്ലതാണ്, അല്ലെങ്കിൽ ഇവിടെ ഇത്ര ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും അബ്രോഡ് പോയി അവരവിടെ അക്കോമഡേറ്റ് ചെയ്ത് ആ കോളേജ് കണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇന്നതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യുന്നതുണ്ട്. ഇപ്പോൾ ഈ ലോൺ ബേസ്ഡ് കോഴ്സസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഓൺലൈൻ കോഴ്സ്, ഇങ്ങനെ കുറേ ഈ സ്കാമിൻ്റെ അണ്ടറിൽ കുറേ പോയിൻറ്റ്സ് നമുക്ക് പറയാം. ഒരു കോമൺ മാൻ ഈ പറഞ്ഞ എന്തൊക്കെ ഫാക്ടറിൽ വീഴും? തീർച്ചയായിട്ടും പേരൻസ് പലപ്പോഴും ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ വീഴുന്ന പ്രലോഭനം 100% പ്ലേസ്മെൻറ്റ്. യെസ്. രണ്ടാമത്തത് വിദ്യാഭ്യാസ ലോൺ. കേരളത്തിലെ ആൾക്കാരുടെ ഒരു പൊതുസ്വഭാവം എന്ന് പറഞ്ഞാൽ കടം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓക്കെ ടു ഡു എനിത്തിങ്, എന്തിനും റെഡിയാണ്. ഒരു ടൂർ പോകാൻ കടം കിട്ടും, 45 days ക്രെഡിറ്റ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേരളക്കാരാണ്. മറ്റ് സ്റ്റേറ്റുകാരുടെ ക്രെഡിറ്റ് കാർഡ് മേടിച്ച് വീട്ടിൽ വെച്ചുമ്പോൾ ഒരു സേഫ്റ്റിക്ക് എന്തെങ്കിലും എമർജൻസിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മാത്രമാണ് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാ ആവശ്യങ്ങൾക്കും പൈസ ഉണ്ടെങ്കിലും ഈ പൈസ കൊടുക്കുമ്പോൾ എനിക്കൊക്കെ ഒരു സങ്കടമാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുമ്പോൾ ഒരു സങ്കടവും ഇല്ല. എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പേരൻസിന് ഒരു സങ്കടവും ഇല്ല, കാശ് കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലാണ് വീഴുന്നത്. ലോജിക്കിൻ്റെ പുറകെ പോകാതെ അവർ കൊടുക്കുന്ന മറ്റ് സൗകര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകുന്നു. ഇൻഫ്ലുവൻസസ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് പറയിക്കുന്നത് വലിയ രീതിയിലുള്ള റീൽസ്. ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ വീഴുന്നത് അവിടുത്തെ റീൽസിനും ഫെസിലിറ്റീസുമാണ്. അപ്പോൾ പല കോളേജുകാർക്കും അവരുടെ ഈ പഠിക്കാൻ ചേരുന്ന കുട്ടികൾക്ക് അവരുടെ പേരൻസിനും പഠിക്കാൻ ചേരുന്നതിന് മുമ്പ് നോക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ്, അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ് ഫെസിലിറ്റീസ്, ഇതൊന്നും അല്ല നോക്കുന്നത്. നമ്മുടെ തന്നെ കോളേജിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കോളേജ് കാണാൻ വേണ്ടി വരും. സൂപ്പർ എക്സലൻറ്റ് ബിൽഡിംഗ്, വലിയ വിശാലമായ ക്യാൻറ്റീൻ, ഗ്രൗണ്ട്, ജിംനേഷ്യം, ഇൻഡോർ കോർട്ട്. ആരും പ്രിൻസിപ്പാളിനെ മീറ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പാളിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ HODയുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ്, HODക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടോ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് വെറും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണോ ഉള്ളത്, അതോ ഇൻഡസ്ട്രിയിൽ നിന്നും ആരെങ്കിലും, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്നും ആരെങ്കിലും എക്സ്പെർട്സ് വന്നിട്ട് കറണ്ടായിട്ടുള്ള അപ്ഡേഷൻസ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ, ആ പ്രാക്ടിക്കലിന് വേണ്ടി ഏതെങ്കിലും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ അവിടെ അയക്കുന്നുണ്ടോ, ഈ ചോദ്യങ്ങളൊന്നും വരാറില്ല. നല്ല ഫുഡാണോ, കുട്ടികളൊക്കെ നല്ല വണ്ണമൊക്കെ ഉണ്ടോ, എല്ലാം ഹാപ്പിയാണോ, കുട്ടികൾക്ക് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ, പ്രശ്നങ്ങളൊന്നുമില്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം,
ഒരു ഫുഡും കൊടുക്കണ്ട, ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനും കൊടുക്കണ്ട, കുട്ടികൾ ഫുൾ ടൈം മൊബൈലും കൊടുത്താൽ മതി. ദേ ആർ ഹാപ്പി. അവർ നല്ല ഫീഡ്ബാക്ക് പേരൻസിന് കൊടുക്കും, പേരൻസും സന്തോഷം, കുട്ടികളും സന്തോഷം. ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനും അമ്മയും കുട്ടികൾ ആദ്യം വെറുക്കും. ഈ അച്ഛൻ അങ്ങ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു തോന്നും. വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടികൾ എപ്പോഴും അച്ഛനെ ഓർക്കും. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്കും പേരൻസിനും ഇപ്പോൾ ഒരു വലിയ അവജ്ഞയാണെങ്കിലും അവർ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ അവരറിയാതെ അവർക്ക് വേണ്ടി ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് എൻജോയ്മെൻ്റാണ്, എൻ്റർടൈൻമെൻറ്റാണ്, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ. ഇപ്പോൾ ഗോവയിൽ പോകുന്നത് എന്തിനാണെന്നുള്ളത് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് വിദേശത്ത് പോകുമ്പോഴും ഒരു വലിയ എക്സ്പെക്റ്റേഷനോട് കൂടി പോകുന്നത്. അപ്പോൾ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. അതിലൊന്നും എന്തു പറയത്തില്ല, ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയത്തില്ല, ഇവർക്കത് അറിയത്തുമില്ല. ഞാൻ അവരെ ചികിത്സിച്ചിട്ടുണ്ട്, ഇവരെ ചികിത്സിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം യഥാർത്ഥമായിട്ട് ഏത് മെഡിസിനാണ് കൊടുക്കുന്നത് എന്നാരും പറയാറില്ല. ഈ നമ്മളുടെ കോളേജിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ, അവർക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ്, അവരെ നമ്മൾ എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ട്രെയിൻ ചെയ്യും, സിസ്റ്റം ഓഫ് ട്രെയിനിങ്. മനുഷ്യൻ സക്സസ് ആകാൻ 5 വർഷമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് ഒരു ദിവസത്തെ ടൈം ടേബിൾ ഒന്ന് എഴുതിയാൽ മതി. ഇത് മാത്രം കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ 5 വർഷം 10 വർഷത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആരെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഒരു ദിവസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ദിവസം എല്ലാ ഒരു മാസം റിപ്പീറ്റ് ചെയ്താൽ മതി. ഈ സ്കാമുകളുടെ പുറകെ പോകാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒക്കെ വിട്ട് മനസ്സിൽ കണ്ടിട്ട് അത് മനസ്സിലാക്കി അവിടുത്തെ പ്രിൻസിപ്പാളിനോടോ ടീച്ചേഴ്സിനോടോ പോയി സംസാരിച്ചാൽ മതി. ഇപ്പോൾ അക്കോമഡേഷൻ കൊള്ളത്തില്ല, ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ടീച്ചേഴ്സ് കൊള്ളത്തില്ലെങ്കിൽ അർജുനൻ നല്ല വില്ലാളി വീരനായത് അർജുനൻ്റെ കഴിവല്ലല്ലോ, ദ്രോണാചാര്യയുടെ കഴിവാണ്. അർജുനൻ്റെ ഡെഡിക്കേഷനും ദ്രോണാചാര്യയുടെ കഴിവും കൊണ്ടാണ്. അപ്പോൾ അധ്യാപകൻ ഉണ്ടെങ്കിൽ മരത്തണലും മതി, നല്ല അധ്യാപകൻ ഉണ്ടെങ്കിൽ മരത്തണലും മതി. പിന്നെ ഇപ്പോൾ സംബന്ധിച്ചോളം ഈ കഴിവുകൾക്ക് പുറമേ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും വേണം. ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊരാരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഈ പല കുട്ടികളും BSS എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്നും നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വരെ മേടിച്ച് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. BS നഴ്സിംഗ്, BDS, മറ്റു ഒരുപാട് പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ സർട്ടിഫിക്കറ്റിൻ്റെ കൊണ്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജോലി കിട്ടാതെയോ ചെറിയ ക്ലിനിക്കൽ കയറി ഏറ്റവും ചെറിയ ബേസിക് ആയിട്ടുള്ള തൊഴിൽ വെച്ചുകൊണ്ട് ഒരു അംഗീകാരവും ഇല്ല. ഫാർമസി കൗൺസിലിൽ അംഗീകാരം ഇല്ല, BPharmന്, നഴ്സിംഗ് കൗൺസിലിൽ അംഗീകാരം ഇല്ല നഴ്സിങ്ങിന്. പാരാമെഡിക്കൽ കോഴ്സുകളും ലാബ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നു. ഈ സാധാരണഗതിയിൽ ലാബിൽ കയറി നിൽക്കുന്നു. ഇതിന് ലാബിൽ പഠിക്കേണ്ട. ഈ ഹോട്ടലിൽ കയറി വെയിറ്റായിട്ട് നിൽക്കുന്നതിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് 4 വർഷം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ 3 വർഷം പഠിച്ച് വലിയൊരു എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ക്ലീനിങ് സെഷനിൽ നിൽക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഹൗസ് കീപ്പിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറയും. ഈ 12 വർഷം +2-ഉം 3 വർഷം ഡിഗ്രിയും 15 വർഷം പഠിച്ചിട്ട് ഈ ഹോട്ടലിലെ റൂം ക്ലീൻ ചെയ്യാനും ബെഡ്ഷീറ്റ് മടക്കാനാണ് പോകേണ്ടത്. അതിൽ നിന്ന് പോട്ടെ, അത് ഓക്കെ, ആ ജോലി ചെയ്യാം. അതിനൊക്കെയുള്ള വേദന കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ കൊച്ചിയിൽ വേണ്ട, ഏതെങ്കിലും ആലപ്പുഴ പോലുള്ള സ്ഥലത്തൊരു 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് അതിനകത്തൊരു വീട് വെക്കാൻ എത്ര ബഡ്ജറ്റാവും? അടുത്ത 10 വർഷത്തെ ഇവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അങ്ങനെ ഉള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ കുട്ടികളും തൊഴിലിറങ്ങുന്നത്. ഒരു പ്ലേസ്മെൻറ്റ്, ഒരു ജോലി 20,000 കിട്ടി ചേറിയെങ്കിൽ വീണേക്കുക അല്ലേ? നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം മേടിക്കണമെങ്കിൽ മിനിമം ഒരു 25 lakhs വേണം. ഏറ്റവും ചെറിയ ഒരു ഓട്ടോറിക്ഷ കയറുന്ന വഴിയുള്ള സ്ഥലങ്ങളിൽ 25 ലക്ഷം രൂപ വേണം. അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ മിനിമം ഒരു 10, 30, 50 ലക്ഷം വേണം. അപ്പോൾ ഒരു 80 ലക്ഷം രൂപ ടാർഗറ്റാണ് ആൺകുട്ടികൾ. ഞാൻ എപ്പോഴും ആൺകുട്ടികൾ ചില വഴക്കും പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കുകയും ചെയ്യും. കാര്യം ഇവർ നാളെ വീട് നോക്കേണ്ടതാണ്, അച്ഛനെ നോക്കേണ്ടതാണ്, അമ്മയെ നോക്കേണ്ടതാണ്, അല്ലേ, കുടുംബം നോക്കേണ്ടതാണ്. അതുകൊണ്ട് മറ്റുള്ള ആ കാര്യങ്ങളുടെ പുറകെ പോകാതെ സ്വന്തം കാലം നിൽക്കാൻ എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാണ്, നിങ്ങൾ സ്വന്തം കാലം നിന്നു. നിങ്ങൾ ഒരുപാട് പഠിക്കണ്ട, എപ്പോഴും ക്ലാസ്സിൽ കയറണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് ഈ ഓൺലൈനിൽ തന്നെ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ എടുക്കുക. കൊമേഴ്സ് പഠിക്കുന്നവൻ ട്രേഡ് ചെയ്യും, ഇക്കണോമിക്സ് പഠിക്കുന്നവൻ ട്രേഡ് ചെയ്യും. വീട്ടിൽ നിന്ന് 10,000 രൂപയും അമ്മയുടെ വള പണയം വെച്ചാലും കൊണ്ടുപോയിട്ട് ആ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. ഇത് സ്കൂളിലെത്തി ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം എവിടെ കൊടുക്കുന്നോ അവിടെ ഓപ്റ്റ് ചെയ്താൽ 100% സക്സസ് ആകും. ഞാൻ പലപ്പോഴും കുട്ടികൾ പേരൻസിനോട് സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മോൾ ഡോക്ടർ ഉറപ്പാന്ന് പറയും. അപ്പോൾ ഞാൻ കയറി തർക്കിക്കുക, എന്താ എനിക്കറിയണം. അപ്പോൾ ഞങ്ങൾ ഇത്തവണ നോക്കുന്നുണ്ട്, എല്ലാത്തിനും A+ ഉണ്ട്, എൻട്രൻസ് എഴുതിപ്പിക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ പാലായി ബ്രില്യൻറ്റിൽ വിടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു തവണ നോക്കും, നല്ല ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ നല്ലൊരു റാങ്ക് വരുന്നവർ 1 വർഷം കൂടി റിപ്പീറ്റ് ചെയ്യും. അത് കിട്ടിയില്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിപ്പിക്കും. ഇതുമല്ലെങ്കിൽ എൻ്റെ ബ്രദർ NRI ആണ്, അപ്പോൾ അതുകൊണ്ട് NRI സ്റ്റാറ്റസ് ഉണ്ടാക്കി വെച്ചേക്കും.
ഒന്നുമില്ലെങ്കിൽ NRI കോട്ടയിലെങ്കിൽ ഞാൻ മോളെ ഡോക്ടറാക്കും. ദേ ഹാവ് പെർഫെക്റ്റ് പ്ലാൻ. അവരോടൊന്നും പറയണ്ട, ആ കൊച്ചു ഡോക്ടറായിരിക്കും ജീവനോടുണ്ടെങ്കിൽ. കാര്യം എന്താ? ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. ഇവിടെ ബിസിനസ് ചെയ്യുന്നവനും പഠിക്കുന്നവനും ഏത് ഓപ്ഷനാണ് ഉള്ളത്? ഏത് ഓപ്ഷനെ കുറിച്ചാണ് അവരുടെ പേരൻസിന് അറിയാവുന്നത്, ആ കുട്ടിക്ക് അറിയാവുന്നത്? ഒരു കച്ചവടം ബിസിനസ് പൊട്ടിപ്പോകുന്നു, സാമ്പത്തിക ബാധ്യത വരുന്നതിന് മുമ്പ് അറിയാമല്ലോ വരുമെന്ന്. അതിനുള്ള പ്രിക്കോഷന് വേണ്ടി എന്താണ് സെക്കൻഡ് ഓപ്ഷൻ, എന്താണ് തേർഡ് ഓപ്ഷൻ? എന്താണ്? നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ എന്ത് പഠിക്കുമ്പോഴും അതുകൊണ്ടുണ്ടെങ്കിൽ പഠിച്ചത് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതല്ലോ, അത് പഠിക്കുന്ന കാര്യം അതൊരു ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രാക്ടിക്കലി പൈസ ഉണ്ടാക്കി എടുക്കാനുള്ള നോളജ് ഞാൻ എവിടെ പോകണ്ട 5ാം ക്ലാസ് മുതൽ അക്യൂർ ചെയ്യണം. ഞാൻ എറണാകുളത്ത് എൻ്റെ പല സുഹൃത്തുക്കളുടെ മക്കളുണ്ട് 5ാം ക്ലാസ് മുതൽ വരുമാനം ഉണ്ടാക്കുന്നു, വിശ്വസിക്കുമോ? ഡബ്ബിങ്ങിന് പോകുന്നുണ്ട് സിനിമയുടെ. അപ്പം അങ്ങനെ പല ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞത്, ഒരു കുട്ടി സ്വന്തമായിട്ട് തന്നെ പൈസ ഉണ്ടാക്കി സ്വന്തമായിട്ട് തന്നെ പഠിച്ച് സ്വന്തമായിട്ട് മെഡിക്കൽ പഠിക്കുന്നു. അച്ഛനും 5 പൈസ മുടക്കിയിട്ടില്ല, അമ്മയും 5 പൈസ കൊടുക്കില്ല. മെഡിക്കൽ 4th ഇയർ പഠിക്കുന്ന കുട്ടി കൊച്ചിയിലുണ്ട്. ഇപ്പം അവനെ വിളിച്ചു വരുത്താം. അപ്പോൾ അവസരങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് പച്ച മണ്ടത്തരമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്തുള്ള അവസരങ്ങൾ ഉപയോഗിക്കാനാണ് നമ്മൾ പഠിക്കണം. അറിയാത്തത്. നമ്മൾ ഈ കോളേജുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂളുകൾ, ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഒരു ജനറലി സ്പീക്കിംഗ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ചെയർപേഴ്സൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കോളേജുകളിൽ, സ്കൂളുകളിൽ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കുട്ടികളെ എന്തെങ്കിലും ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഹൗ? നമ്മൾ ഏതൊരു മേഖലയിലേക്കും ആൾക്കാർ എത്തിച്ചേരുന്നത് ഒരു ഇൻഫ്ലുവൻസ്, ഒരു സ്വാധീനം കൊണ്ടാണെന്ന്. നിങ്ങൾക്ക് 100 എക്സാമ്പിളുണ്ട്, നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പൊളിറ്റിക്സിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലും ബിസിനസ് സെക്ടറിലാണെങ്കിലും ഏത് മേഖലയിലേക്കും ആൾക്കാർ എത്തിപ്പെടുന്നു. ഒന്നിൽ ഫാമിലി, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ കണക്ഷൻ കൊണ്ടാവാം. ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നത് പല കമ്മ്യൂണൽ ബേസിലുള്ളതോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസിലുള്ളതോ, അത് പക്ഷേ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഒരു കോളേജ് നടത്തുക, ഒരു സ്കൂൾ നടത്തുക എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നൊരു ഭീമമായൊരു തുകയാണ് ആവശ്യം. അങ്ങനെ തുക കയ്യിലുള്ളവർക്ക് മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത വളരെ അപൂർവം ആൾക്കാർ അതിനകത്ത് വരുന്നുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ഒരു കോർഡിനേഷൻസ്, ഇപ്പം ചിലപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു വലിയ എമൗണ്ട് ബാങ്ക് ലോൺ ഉണ്ടാവും, അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ലീഡേഴ്സായിട്ടുള്ള ആൾക്കാരും ഇവർ കൊടുക്കുന്നൊരു കോൺസെപ്റ്റും, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റിലീജിയനിൽ ജനിക്കുന്നതുകൊണ്ടാണല്ലോ ആ റിലീജിയൻ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് 1 or 2 ആൾക്കാരെ മതി തന്നെ മാറുള്ളൂ, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആൾക്കാരുടെ ആ ഒരു മൈൻഡ് സെറ്റപ്പും ആ നടത്തുന്ന സ്ഥാപനത്തിൽ പ്രതിഫലിക്കും. അത് കുട്ടികളുടെ മുമ്പോട്ടുള്ള ചിന്തയ്ക്ക്, നമ്മളിപ്പോൾ എല്ലാവരും MBBS കുറിച്ചും BDS കുറിച്ചല്ലേ ചിന്തിക്കാറുള്ളൂ. ആരെങ്കിലും ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യണം, കൗൺസിലേറ്റ് ചെയ്യണം, ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കാറുണ്ടോ? എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അല്ല കുട്ടികളെ ചിന്തിപ്പിക്കാറുണ്ടോ? മുഖ്യമന്ത്രി ആവണമെന്ന് ചിന്തിപ്പിച്ചിട്ടാണോ ആരെങ്കിലും വിടുന്നത്? പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ വഴക്ക് പറയാറില്ലേ? പൊളിറ്റിക്സ് നമുക്ക് വേണ്ടാന്ന് പറയും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും അറിയാൻ പറ്റാത്ത കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർ, എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുണ്ട്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നറിയണ്ടേ, നമുക്ക് വീട്ടുകാരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നറിയണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ള സൊസൈറ്റി. ഞാനിപ്പോൾ പറയുന്നില്ലേ, ഇന്ന് റോഡ് അപകടങ്ങൾ ഏറ്റവും നടക്കുന്നത് വിദ്യാഭ്യാസത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു പാർട്ടാണത്. എന്തായിരുന്നു, ഒരു വണ്ടി ഓടിക്കാൻ ഉള്ള ബേസിക് അറിവുകൾ സ്കൂളിനകത്ത് ഒരു ഗ്രൗണ്ടും ട്രാക്കും ഉണ്ട്. അവരെ പെർഫെക്റ്റായി ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ വരെ പഠിപ്പിച്ചിട്ട് വേണം അവരെ വെളിയിലേക്ക് ഇറക്കി വിടാൻ. അപ്പോൾ അപകടങ്ങൾ കുറയും. ഇപ്പോൾ വണ്ടി സ്പീഡിൽ ഓടിക്കുന്നത് സ്പീഡ് ഗവർണർ വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റേസിംഗ് ട്രാക്കിലൊക്കെ ഓടിക്കുന്നവർ 400 കിലോമീറ്റർ സ്പീഡിൽ 200 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുന്നത്, അവർക്ക് അപകടമില്ല. ഒരു അറിയാത്തവർക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. ആ എക്സ്പീരിയൻസ് കൊടുക്കണം. പ്രാക്ടിക്കൽ റോഡിൻ്റെ ഏത് സൈഡിൽ കൂടെ നടക്കണമെന്ന് പോലും അറിയത്തില്ല. RTO പറഞ്ഞു റൈറ്റ് സൈഡിൽ കൂടെ നടക്കണം. എന്തിനാണ്? നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ നമ്മളെ പർപ്പസ്ഫുള്ളി ഒരാൾ കൊല്ലാൻ ശ്രമിച്ചാലും നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി നമ്പർ കാണുമ്പോൾ ഇറങ്ങി ചാടി ഓടി മാറി രക്ഷപ്പെടാം, അല്ലെ തോട്ടിലേക്കെങ്കിലും ചാടാം. അപ്പം ഇത് പഠിപ്പിക്കണം അല്ലേ? ഇത് സ്ട്രിക്റ്റായിട്ട് പലപ്പോഴും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറോ ഒരു RTO പോലീസുകാരോ ഒരു ക്ലാസ് എടുക്കുമ്പോൾ, ഞാനെപ്പോഴും ഒരു ദിവസം ഒരു പോലീസുകാരോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൊള്ളരാത്തോട്ട് പോലീസുകാരാണ്. അപ്പോൾ SIയും CIയും ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ അത് ഞാൻ പറഞ്ഞു, നമ്മളെയൊക്കെ ജീവനോട് ഇരിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ആരുടെ? പോലീസുകാരുടെ. കാര്യം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, സീറ്റ് ബെൽറ്റ് ഇല്ല പോലീസ് പിടിക്കും. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ പോലീസുകാരുടെ വീട്ടിൽ ചേർന്ന് നോക്കുന്നത് നമ്മളല്ലേ? ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ? ആണോ?
നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടിയിപ്പിക്കുകയും നമ്മളെ ഹെൽമെറ്റ് വെപ്പിക്കുകയും നമ്മളെ മാന്യമായിട്ട് പിന്നെ ജീവനോടെ വീട്ടിലെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത് അവരാ. നമ്മുടെ ശത്രുക്കളാണ് അവർ നമ്മളെ മിത്രങ്ങളല്ല. ഒരിക്കലും അവർ സപ്പോർട്ട് ചെയ്യരുത്. എവിടെയെങ്കിലും ട്രാഫിക്കിൽ നിൽക്കുന്നവനെ പോലീസുകാരനെ പുറകെ കൂടെ പോയി തലയിൽ പൊട്ടിക്കണം. ഇതാണല്ലോ നമ്മൾ പഠിപ്പിച്ചു വിടുന്നത് അല്ലേ? പല ആൾക്കാരും വലിയ ആൾക്കാരും ഞാൻ വലിയ ആളാണ്, എന്നെ പോലീസ് പിടിക്കത്തില്ല, അതിനൊരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇപ്പോഴും കോമായിസ് എടുക്കുന്ന പലരെ എനിക്കും അറിയാം. അതുകൊണ്ട് വണ്ടിയിൽ കയറിയാൽ സീറ്റ് ബെൽറ്റ് ഇടണം, സ്കൂട്ടിൽ കയറിയാൽ ഹെൽമെറ്റ് വെക്കണം. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഞാൻ എപ്പോഴും ഒരു ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് അച്ഛനും അമ്മയൊക്കെ വളരെ പൈസ മുടക്കി ഈ കടം മേടിച്ചിട്ടുമൊക്കെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരു പ്രതീക്ഷയോടാണ് വിടുന്നത് അല്ലേ? എൻ്റെ മോനെ ഡോക്ടറാക്കി തരും, കളക്ടറാക്കി തരും, SP ആക്കി തരും, ഒരു ബിസിനസ്സുകാരനാക്കി തരും എന്ന് പറഞ്ഞ് ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂൾ നടത്തുന്ന ആളാണ്. പേരിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുണ്ടാവും. ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന എത്ര പേര് ആ സ്കൂളിൽ നിന്ന് വെളിയിറങ്ങിയിട്ടുണ്ട്? വേണ്ട, നമ്മുടെ രാജ്യം അറിയുന്ന എത്ര പേര് വെളിയിറങ്ങിയിട്ടുണ്ട്? വേണ്ട, നമ്മുടെ സംസ്ഥാനം അറിയാവുന്ന എത്ര പേര് വെളിയിറങ്ങിയിട്ടുണ്ട്? ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പോലുള്ള ആൾക്കാരൊന്നും മുഖ്യമന്ത്രി ആകുമെന്ന് ആ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ആ ടീച്ചേഴ്സോ പറഞ്ഞിട്ടില്ല, അച്ഛനും അമ്മയും പോലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ഭാഗ്യമെന്ന് നമ്മൾ പറയുന്ന ബന്ധങ്ങൾ കൊണ്ട് ഒരു നല്ല ലെവലിലേക്ക് എത്തുന്നതല്ലാതെ സ്കൂളിൻ്റെ കഴിവുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ടാണ് കുട്ടികളെ നടത്തുന്നത്. ആ കുട്ടികൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണെന്നൊക്കെ പറയും. ഈ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പേര് മാത്രം ഇൻ്റർനാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. വിദേശത്തു നിന്ന് കുട്ടികൾ വരുന്നില്ല, വിദേശത്തുനിന്ന് ടീച്ചേഴ്സ് വരുന്നില്ല, പേര് മാത്രം, സിലബസ് മാത്രം ICSE. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ആ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്താൻ കഴിയാത്തതും ആ രീതിയിലുള്ള ചിന്തകളില്ലാത്തതും. പഠിക്കുക, പരീക്ഷ എഴുതുക എന്നുള്ള ചിന്തകളിലേക്ക് മാത്രം മാറിപ്പോകും. നമ്മളിപ്പോൾ ഇത്രയും നേരം ഇപ്പോൾ സ്കാമിനെ പറ്റിയിട്ടും മൈഗ്രേഷനെ പറ്റിയിട്ടും നമ്മളിപ്പോൾ എങ്ങനെ നമ്മളത് ടാക്കിൾ ചെയ്യാം ഇതെല്ലാം നമ്മൾ സംസാരിച്ചു. ആക്ച്വലി നമ്മളൊരു റിയൽ സിനാരിയോ സിറ്റുവേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഒരു കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി ടാലി പഠിക്കുന്നുണ്ടാവും സ്കൂളിൽ, പക്ഷേ അവനൊരു പ്രൊഫഷണലി അവൻ യൂസ് ചെയ്യും. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു അറിവ് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി ചിലപ്പോൾ അഡീഷണലി വേറെ കോഴ്സിനൊക്കെ പോയി വീണ്ടും പഠിക്കേണ്ട ഒരു ആവശ്യകത കാണാറുണ്ട്. പലപ്പോഴും എന്നല്ല, ആക്ച്വൽ സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര പഴയ സിലബസായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇന്ന് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ആവശ്യമുള്ള ഇപ്പം കുറേ റോബോട്ടിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ഇൻ്റലിജൻസ് നോളജ് ആയിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ അക്കാഡമിക്സിൽ ആക്ച്വലി ഇല്ല. നമുക്ക് ഇന്നും ആ പഴയ പൈത്തഗോറസ് തിയറവും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ തീസീസ് ഇതല്ലാതെ വേറെ ഒന്നും നമുക്കിപ്പോൾ ഇല്ല. സിലബസ് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നില്ലേ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നാടിനും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനും? ഈ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഇൻക്ലൂഡിങ് കേരള യൂണിവേഴ്സിറ്റി സിലബസ് ഈ ഓരോ ദിവസവും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടാകുന്നില്ല. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഈ കോഴിക്കോട്ടുള്ള കുട്ടി മാംഗ്ലൂരിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് CS നായക്കൻ്റെ അടുത്ത്, അദ്ദേഹം എൻ്റെ സുഹൃത്തായതുകൊണ്ട് പേര് പറയാം, ഈ CA പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഈ പേപ്പറെല്ലാം കൊടുത്തിട്ട് കൊച്ചിൻ്റെ മുഖത്തൊരു ഒറ്റ കയറും. കൊച്ചിന് കന്നഡയൊന്നും അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, മലയാളിയാണ്, ഇവിടെ നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ഇവർക്ക് ഇച്ചിരി കുഴപ്പമുണ്ടെന്ന്. അപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞ്, മോളെ ഈ സാർ ഇങ്ങനെയൊക്കെ എറിയുന്നുണ്ടെങ്കിലും തെറ്റ് കാണിച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കൊച്ചി ഏൽപ്പിച്ച പ്രൊജക്റ്റിലൊരു മിസ്റ്റേക്കാണ്, അതിന് എറിഞ്ഞ രീതി വളരെ വലിയ ഗുരുകുല സമ്പ്രദായം പോലെ. അപ്പോൾ ഞാനോട് പറഞ്ഞ്, നിന്നോട് നല്ല സ്നേഹം തോന്നിയുകൊണ്ടാണ് ഈ സാർ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് നീ ക്ഷമിച്ചിവിടെ നിന്നാൽ നിനക്കൊരു റാങ്കുകാരിയായി ഇറങ്ങിപ്പോവാം. കോഴിക്കോട് നിന്നുള്ള മലയാളി കുട്ടിയാണ്. അദ്ദേഹം പോകുന്ന, അതായത് ഈ കർണാടകയിലൊരു TV അദ്ദേഹം ബിസിനസ് ടോണിക്, നമ്മൾ ഈ പനിക്കുള്ള ടോണിക് എന്ന് പറയുന്ന പോലെ ബിസിനസ് ടോണിക് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഇങ്ങനെ സ്ഥിരമായിട്ടൊരു 500-1000 എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞു. നമുക്ക് എന്ത് ബിസിനസ്സിനെ കുറിച്ച് അറിയണമെങ്കിലും അതിൻ്റെ ബേസിക് മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള ഫിനാൻഷ്യൽ സോഴ്സ് വരെ പുള്ളി ശരിയാക്കി തരും. ആ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി അവിടെ പരിചയപ്പെടുത്തി അതിൻ്റെ ഫൗണ്ടറേയും കാണിച്ച് അവിടുത്തെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം വരെ കാണിച്ച് മനസ്സിലാക്കിയ ശേഷം ബാങ്കുകാരെ അവരെ കണക്ട് ചെയ്ത് ഏകദേശം 55,000-ൽ കൂടുതൽ പ്രൊജക്റ്റുകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ CA പഠിക്കാൻ വേണ്ടി അവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് എല്ലാ വർഷവും റാങ്ക് കിട്ടും എന്ന് മാത്രമല്ല,
അവർക്ക് കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെയോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെയോ ഒരു സ്കൂളിൻ്റെയോ ഒരു ബിസിനസ് സ്ഥാപനങ്ങളുടെയോ പ്രൊജക്റ്റ് കൃത്യമായി ചെയ്യാൻ ഉള്ള അറിവ് കിട്ടും. റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവിടെ പ്രാക്ടിക്കലിനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ. കാര്യം ഈ നമ്മൾ സ്കൂളിലും കോളേജിലും ബികോമിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവർ പഠിക്കുന്നതും ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഉച്ചവരെ ക്ലാസ്സിലിരിക്കണം. ഉച്ചയ്ക്ക് ശേഷം ഇതുപോലുള്ള ഓഡിറ്റ് ഫേമുകളിൽ, അത് ഇൻ്റർനാഷണൽ അക്കൗണ്ട് ആണെങ്കിലും ചാർട്ടേഡ് CA ആണെങ്കിലും, അവരുടെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുമെന്ന് മാത്രമേ ഇതിനുള്ള സൊല്യൂഷനുള്ളൂ. യൂണിവേഴ്സിറ്റി ഇനിയും അപ്ഗ്രേഡ് ചെയ്താൽ ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്നു, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു, പക്ഷേ ഇത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലല്ലേ അത് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ടാലൻ്റ് അവിടെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത് അത് വ്യക്തമായി സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ മിടുക്കരാകും. ഈ ഇപ്പം നമ്മളിപ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോൾ സിലബസ് അപ്ഗ്രേഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെപ്പോഴും നമ്മളെയും കുറേ സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളിവിടെയുള്ള സിലബസ് ഭയങ്കര ഓൾഡായിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും നൗ വി ഹാവ് ലോഡ് ഓഫ് സോഴ്സസ് ലൈക്ക് ഇൻ്റർനെറ്റിൽ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഈവൻ ChatGPT കുറേ കാര്യങ്ങൾ. സോ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഈവൻ ദോ നമുക്ക് കിട്ടുന്ന ഒരു സിലബസ് ഭയങ്കര ഒരു ഓൾഡ് വൺ ആണെങ്കിലും ബിക്കോസ് പ്രാക്ടിക്കലി ഉള്ള നോളജാണ് നിങ്ങളെ എവിടെയായാലും എത്തിക്കുള്ളൂ, നോട്ട് ദിസ് തിയറിറ്റിക്കൽ നോളജ്. അതാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അത് ബേസിക്കലി ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഈ കാണാപാഠം പഠിച്ചു വരുന്നതും ഈ മനസ്സിലാക്കി വരുന്ന കുട്ടികളുടെയും ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൽ പ്രാക്ടിക്കലി ഒരു സാധനം വരുമ്പോൾ അവർ അൺനോയിങ്ലി മനസ്സിലാക്കിയ കുട്ടികൾ ഇതിങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് വരാനുള്ളതും, എന്നാൽ അത് കാണാപാഠം തിയററ്റിക്ക് മാത്രം പറഞ്ഞ് ഇത് വന്നതിന് ഇത് എന്താ സാധനം എന്ന് പോലും അറിയാതെ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആക്ച്വലി ഉണ്ട്. ഇനി കമ്മിങ് ബാക്ക് ടു ടീച്ചിങ്, നമ്മൾ പലപ്പോഴും ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഒരു ജോബായി മാത്രം കാണുന്ന ഒരു സെനാറിയോ നമ്മൾ കണ്ടു വരുന്നുണ്ട്. അതായത് മേ ബി ഒരു വലിയൊരു ഡൊണേഷൻ കെട്ടിവെച്ചിട്ടൊക്കെ ആയിരിക്കാം ഒരു സ്കൂളിലോ കോളേജിലോ ഒരു ടീച്ചറായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ ഐ ഹാവ് ടു വർക്ക് ഫോർ ദീസ് ഓൾ ഇയേഴ്സ് ചിന്തിച്ച് അപ്പോൾ അതിന് വേണ്ടി അവിടെ ചിലപ്പോൾ ഒരു 10-15 വർഷം 20 വർഷം അവിടെ ടീച്ചറായി വെറുതെ ഒരു ജോലി ചെയ്ത് പോകുന്ന, ഈവൻ ദോ എനിക്കും അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന സാറിനായാലും അങ്ങനെ ലൈക്ക് അത് ഭയങ്കര കോമൺ ആണ് ആക്ച്വലി. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ തുകയൊക്കെ കെട്ടി ഡൊണേഷൻ കൊടുത്ത് ടീച്ചിങ്ങിലേക്ക് കയറുന്ന ടീച്ചേഴ്സിന് സ്കില്ല് വളരെ കുറവായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് രണ്ട് കൂട്ടരും അങ്ങനെ തന്നെയാണ്. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ പലപ്പോഴും ടീച്ചേഴ്സിനോട് സംസാരിക്കും പറയുന്നത്, ഏതെങ്കിലും ഡിഗ്രിക്ക് ഇപ്പോൾ MBA ആയിക്കോട്ടെ BBA ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ ടീച്ചേഴ്സിനോട് പ്രിൻസിപ്പാളിനോട് ചോദിക്കുക, എനിക്ക് വീട്ടിൽ അച്ഛനെ അമ്മയൊക്കെ നോക്കാൻ വേണ്ടി ഒരു 15,000-20,000 രൂപ മന്ത്ലി വേണം, പഠിക്കുന്ന ഫീസൊക്കെ ആയിട്ട് എടുത്തൊരു 10,000 രൂപ വേണം, ഞാൻ ദിവസവും 2 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ്, സാറ്റർഡേ സൺഡേസ് ഫുൾ ടൈം ജോലി ചെയ്യാൻ തയ്യാറാണ്, എനിക്കൊരു 30,000 രൂപയുടെ സോഴ്സ് ഒരു വരുമാനത്തിനുള്ള മാർഗം കാണിച്ച് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ കഴിയുന്ന ടീച്ചറാണെങ്കിൽ ആ ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കാം. അതിനി ടീച്ചർ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഡൊണേഷൻ കൊടുത്ത് കയറുന്ന ടീച്ചറാണെങ്കിലും ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറാണെങ്കിലും കുട്ടിയുടെ ഈ ചോദ്യത്തിന് ആൻസർ ഉണ്ടെങ്കിൽ എന്തുണ്ട്, അവർക്ക് ഇൻഡസ്ട്രിയൽ എബിലിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയൽ നോളജ് ഉണ്ട്, അവർക്ക് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻകാഷ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം പഠിപ്പിക്കുന്ന രീതി അതുമാത്രമേ ടീച്ചർക്ക് അറിവുള്ളൂ. കുട്ടിയുടെ കുഴപ്പമല്ല നമ്മൾ എവിടെ ജനിക്കുന്നു, ഏത് സർക്കംസ്റ്റാൻസസ് ജനിക്കുന്നു, സർക്കംസ്റ്റാൻസസ് പ്ലേ ദ മേ റോൾ ദാൻ യുവർ ടാലൻറ്റ് അല്ലേ. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ എത്തിയാൽ നമ്മളെല്ലാവരും കഴിവുള്ളവരായി മാറും. ആ അവസരങ്ങൾ കിട്ടാത്തതാണ് കുഴപ്പം. ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നത് എന്താണോ അത് പ്രാക്ടിക്കലി ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്നും പ്രൊഡക്റ്റീവാക്കി മാറ്റാനുള്ള കഴിവ് ടീച്ചേഴ്സിനില്ല. അത് നഗ്നമായ സത്യമാണ്. എല്ലാ ടീച്ചേഴ്സും ഏതെങ്കിലും ടീച്ചേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഏത് മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിലും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് എൻകാഷ് ചെയ്യാൻ കഴിയണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രാജ്യങ്ങളിലൊക്കെ ഈ ഉള്ള മലയാളി കുട്ടികളുടെ പേരൻസിന് അവർ മലയാളം സംസാരിക്കുന്നത് കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്.
അതുകൊണ്ട് ഓൺലൈനിൽ പല കുട്ടികളും, നമ്മുടെ സ്ഥാപനത്തിനുള്ള പല കുട്ടികളും ഓസ്ട്രേലിയയിലും കാനഡയിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ ഉള്ള മലയാളി ഫാമിലിയിലെ കുട്ടികളെ 5 വയസ്സും 7 വയസ്സുള്ള കുട്ടികളെ വീഡിയോ കോളിലൂടെ മലയാളം സംസാരിപ്പിച്ച് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചിട്ട് 20,000 25,000 ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. അത് എൻകാഷ് ചെയ്യാൻ കഴിയണം, അല്ലേ? ഇപ്പോൾ പല ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് മലയാളം പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ പേ ചെയ്യാൻ തയ്യാറാണ്. എന്ത് പഠിപ്പിക്കാനാണ്? കഥകളി പഠിപ്പിക്കാനാണോ? എല്ലാം പഠിക്കാൻ ആളുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തണം. അവരെ കണ്ടെത്തി തരാൻ വേണ്ടി അതിന് ടീച്ചേഴ്സിന് കഴിവുണ്ടാവണം. 8th പഠിക്കുന്ന ഒരു കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ട്യൂഷൻ എടുക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ആ കുട്ടി പഠിച്ചത് മറക്കുന്നു മാത്രമല്ല, മനസ്സിലാക്കും. ഞാനൊക്കെ 8ലും 9ലും 10ലും അല്ലെ പിന്നെ ഡിഗ്രിക്ക് വരെ +2 വരെ പഠിച്ച് എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യുമായിരുന്നു. ഒരു കാര്യങ്ങൾ പോലും മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി പഠിച്ചതാണ്. ഇപ്പോഴും എൻ്റെ ഉദ്ദേശത്തിൽ 95% കുട്ടികളും അങ്ങനെ തന്നെ പഠിക്കുന്നത്. ടെക്നോളജികൾ അഡ്വാൻസ്ഡായി, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇൻഫർമേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. വണ്ടി ഉണ്ട്, അത് ഓടിക്കാൻ കഴിയണം. ഡാൻസ് പഠിച്ചു, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പാട്ട് പഠിച്ചു, അത് എൻകാഷ് ചെയ്യാൻ കഴിയണം. ഈ രീതിയിലുള്ള ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും ഇവർ ഒരു അക്കാഡമിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ പോയി ജോലി ചെയ്യണം. അത് ഫ്രീ ആയിട്ടാണെങ്കിലും പൈസ മേടിച്ചുകൊണ്ടാണെങ്കിലും അവർ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അറ്റ്ലീസ്റ്റ് സാറ്റർഡേയോ മന്ത്ലി 2 തവണയെങ്കിലും ഒരു IT കമ്പനിയിൽ പോയി ജോലി ചെയ്താൽ മതി. ഒരു 4 ടീച്ചേഴ്സ് പോയാൽ 4 ഡിഫറെൻറ്റ് മേഖലയിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ആ ലേറ്റസ്റ്റ് അപ്ഡേഷൻ 4 ടീച്ചേഴ്സും കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് നോക്കട്ടെ, ഈ കോളേജുകളൊക്കെ എന്തോ ആകണം, IT കമ്പനികളായി മാറാം. പറ്റില്ലേ? ഈ IT കമ്പനിക്ക് വേണ്ടി ഇത്രയും സ്പേസ് സർക്കാർ കൊടുക്കുന്നതിന് പകരം കോളേജിൽ ഒരു സ്പേസ് കൊടുക്കുക. ഒരു 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുക. സർക്കാർ കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുക. കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ അവിടെ കയറി പഠിക്കട്ടെ. അവരെ കൂടെ 2 hours ഇൻവോൾവ് ചെയ്യിക്ക്. ഈ റാങ്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾ പോലും ഇൻഡസ്ട്രിക്ക് യൂസ്ഫുൾ അല്ല. മനസ്സിലായല്ലോ? ജസ്റ്റ് പാസ്സായവരല്ല, ഏതെങ്കിലും ഏത് മേഖലയിലായാലും റാങ്ക് മേടിച്ചുകൊണ്ട് പോകുന്നവർ ആ ഇൻഡസ്ട്രിക്ക് സൂട്ടബിളാണോ? MBBSന് 1ാം റാങ്ക് മേടിച്ച കുട്ടിക്ക് സർജറി ചെയ്യാൻ സൂട്ടബിലിറ്റി ഉണ്ടോ? സിവിൽ എഞ്ചിനീയറിങ്ങിന് റാങ്ക് മേടിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചോളം പ്രാക്ടിക്കലി സ്വന്തമായിട്ട് വീട് വെക്കുമോ? വെച്ചിട്ടുണ്ടോ? ഇൻഡസ്ട്രിയൽ കണക്ഷൻ, ആ ഇൻഫ്ലുവൻസ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. യെസ്, നമ്മൾ ഇപ്പം ഈ അക്കാഡമിക് നോളജ് അല്ലാതെ അതർ പൊട്ടൻഷ്യൽ നോളജ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു നോളജാണ് ഫിനാൻഷ്യൽ നോളജ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നമുക്ക് പലപ്പോഴും ഇവിടെ ബിസിനസ് മാനായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ മേ ബി ഒരു വലിയൊരു ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. ബട്ട് സ്റ്റിൽ ദേ അണ്ടർസ്റ്റാൻഡ് ദ എന്താ പറയുക ടാക്ടിക്സ്, എങ്ങനെയാണ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ചെയ്ത് ജീവിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. സോ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ? പൊതുവെയുള്ള ധാരണ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് മേഖലയാണെന്നാണ്. അല്ല, ഏതൊരു അറിവും എൻകാഷ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ കുട്ടികൾ എന്തും പഠിക്കാം. എന്തു പഠിച്ചാലും ആ പഠിച്ച മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആളാകാനുള്ള അവസരം ആണ് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ വഴി അവർക്ക് കിട്ടുന്നത്. ആ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ എൻകാഷ് ചെയ്യാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ ഒരു കണ്ടെത്തിയാൽ മതി. വാട്ട് ആർ ദ അതർ പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസിങ് ടു ബിൽഡ് എ കരിയർ, നോട്ട് ടു പാസ് ദ അക്കാഡമിക്. കരിയർ ബിൽഡ് ചെയ്യാൻ അക്കാഡമിക് എക്സലൻസി അല്ലാതെ മറ്റെന്തൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ്. അതിന് ഒന്ന കാര്യം, അവരുടെ ലാംഗ്വേജ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി, അവരുടെ കോൺഫിഡൻസ്, മോറോവർ ഇൻഫ്ലുവൻസ്, അവരുടെ ആ ഇൻഡസ്ട്രിയിലുള്ള ബന്ധം, ആ ഇൻഡസ്ട്രിയിലുള്ള സ്വാധീനം, ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പം തന്നെ കൂടെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ ഒരിക്കലും വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉപയോഗശൂന്യമാവത്തില്ല. എല്ലാ കുട്ടികളും ജോലിയുടെ പുറകെയാണ് പോകുന്നത്. ജോലി എന്നാണ് ചിന്തിക്കുന്നത്. തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ആര്?
കുട്ടികൾ ഞാൻ പഠിച്ചിട്ട് എനിക്ക് തൊഴിൽ വേണ്ട, ഞാൻ ആരുടെയെങ്കിലും കടം മേടിക്കണ്ട, കടം കൊടുക്കുന്നവനായിട്ട് പോകാമല്ലോ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനുമുണ്ട്, ബാങ്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അദാനി പോർട്ട് കണ്ടപ്പോൾ ചിന്തിച്ചത് ഇവിടെ ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്നല്ല, ഇതുപോലൊരു പോർട്ട് എങ്ങനെ തുടങ്ങാമെന്നാണ് അല്ലേ. ഞാൻ സിനിമയിൽ കാണുമ്പോൾ സിനിമാ നടനെ കാണുമ്പോഴോ ഒരു ക്യാരക്ടർ കാണുമ്പോഴോ ഇതൊന്നുകൂടെ കാണണമെന്ന് തോന്നുന്നതിന് പകരം എനിക്ക് അതുപോലെ ആകണം എന്ന് തോന്നുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് വിദ്യാഭ്യാസ മേഖലയല്ല. എന്തു പഠിച്ചാലും അതിനെ നിങ്ങൾ പഠിക്കുന്ന എന്തായിക്കോട്ടെ അത് എൻകാഷ് ചെയ്യാനുള്ള അറിവാണ്. ആ ഒരു അറിവ് കിട്ടുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടീച്ചേഴ്സിന് ആ ഇൻഡസ്ട്രിയുമായിട്ടുള്ള, നമുക്കിപ്പോൾ ഒരാളെ പോലീസുകാരനാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഡിഫൻസുകാരനാക്കണം, ഒരു പ്ലെയർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്താണ്, പിള്ളേരുടെ വണ്ടി പിടിക്കുമ്പോഴോ ഏതെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോഴോ, അല്ലാതെ സർക്കിൾ ഇൻസ്പെക്ടറോട് സാറേ എൻ്റെ മോനെ ഒരു ഇതുപോലെ സാറിനെ പോലെ ഒരാളാക്കണമെന്ന് എവിടെയെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പറയാറുണ്ടോ? കളക്ടറുടെ അടുത്ത് നിവേദനം കൊടുക്കാനല്ലാതെ കളക്ടറെ വിളിച്ച് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് സിവിൽ സർവീസ് പഠിച്ച് IAS എടുക്കുന്നത് എങ്ങനെയാണ് മാഡം എന്നൊന്ന് നിങ്ങളുടെ ജീവിതാനുഭവം പറയാനോ ആ കുട്ടികൾക്ക് പങ്കുവെക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാറില്ല. നമ്മൾ സെലിബ്രിറ്റി വിളിച്ചുകൊണ്ട് വരുന്നു, 10 ലക്ഷം രൂപയോ 1 കോടിയോ 2 കോടിയോ കൊടുത്തിട്ട് സന്തോഷമായിട്ട് DJ കളിച്ച് പറഞ്ഞു വിടുന്നു. അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അത് അങ്ങനെ ചെയ്താൽ മാത്രമേ പേരൻസും കുട്ടികളെ വിടത്തുള്ളൂ. അവിടെ അമിതാഭ് ബച്ചൻ വന്നോ, ഷാറൂഖ് ഖാൻ വന്നോ, മോഹൻലാൽ വന്നോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ യൂസഫ് അലി വന്നോ, അബ്ദുൽ കലാം വന്നോ, ആരും വരത്തില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ വി ഹാവ് ഡിസ്കസ്ഡ് എ ലോട്ട്. സോ അഫ്കോഴ്സ് ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് വാട്ട് മേക്സ് ECR ഡിഫറെൻറ്റ് ഫ്രം വാട്ട് എവർ വി ഹാവ് ഡിസ്കസ്ഡ് ഹിയർ? ഞാൻ കുട്ടികളുടെ എപ്പോഴും എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് നമ്മളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം മാർക്സിനേക്കാൾ കൂടുതൽ അതൊന്ന് കുട്ടികളെ സംബന്ധിച്ചും അവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു പേരൻ്റ് പോലും പറയത്തില്ല എൻ്റെ മോൻ നല്ല ആരോഗ്യമുള്ളതാണ്. ഞാൻ സ്റ്റേറ്റ് അത്ലറ്റ് ടീമിൽ യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആൾ, അതും എൻ്റെ വിദ്യാഭ്യാസത്തെ ഒരിക്കലും ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ബന്ധങ്ങളുമുണ്ട്. ഈ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഒന്ന് ഹെൽത്ത്, 2 രീതിയിലുള്ള ഹെൽത്താണ്, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും. അതിനെ ഈ രണ്ടും ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏതെങ്കിലും കായിക വിനോദങ്ങൾ, ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളോ മറ്റ് രീതിയിലുള്ള അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് പറഞ്ഞത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിൽ കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ BBA ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം, അല്ല സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു 50 മുതൽ 75,000 വരെ മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി, ഒരു സുഫൈൽ എന്നൊരു കുട്ടി അക്കാഡമിക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ചോദിച്ചു, അച്ഛൻ്റെ ജോലി പോയി, 2 പെങ്ങന്മാരുണ്ട്, കോളേജിലാണ് പഠിക്കുന്നത്, സാറേ എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് HR കൺസൾട്ടിങ് പറഞ്ഞു കൊടുത്ത് അവൻ പല ഹോട്ടലുകളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കൊക്കെ വിദ്യാസമ്പന്നരായ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയൊക്കെ പ്ലേസ് ചെയ്ത് നല്ല പൈസ 75,000 to 80,000 മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ പല കുട്ടികളും കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ അവർക്ക് ഫിനാൻസ് കൺസൾട്ടിങ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എൻ്റെ മോനടക്കമുള്ള ആൾക്കാർ ഈ കാനറ ബാങ്ക് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ DSA ഡയറക്റ്റ് സെല്ലിങ് ഏജൻറ്റ്. നിങ്ങളിപ്പോൾ ഒരു 1 crore ലോൺ എടുക്കുകയാണെങ്കിൽ 1% 2% കിട്ടും. തമാശയാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കിൽ പോലും ഈ അവസരമുണ്ട്. നമ്മൾ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഇപ്പോൾ ECRലെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ സ്വന്തമായിട്ട് സറൗണ്ടിങ്സ് എൻകാഷ് ചെയ്യും. പിന്നെ അവിടെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട്. നമ്മളവിടെ ഈ ഹോട്ടലിൽ ഫുഡ് സെർവ് ചെയ്യാൻ പോകുന്നതിന് പകരം ആ ഹോട്ടലിൽ നടത്തുന്ന കല്യാണം നമ്മുടെ കുട്ടികൾ ഓർഗനൈസ് ചെയ്യുമ്പം അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യും. അവർ സംസാരിക്കാൻ അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്. എനിക്കിപ്പോൾ എൻ്റെ വണ്ടി 200 കിലോമീറ്റർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അർത്ഥമല്ലേ. അല്ലാതെ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്താൽ എനിക്ക് പിന്നെ പറഞ്ഞ പോലെ 1000 കിലോമീറ്റർ ഒരു ദിവസം ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റും. ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്നു? പ്രാക്ടിക്കലി കൂടെ. അല്ലാതെ സ്കൂളുകാർക്കും കോളേജുകാർക്കും ഒന്നും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ അത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയും കണക്ഷനിലൂടെയും മാത്രമേ പറ്റുള്ളൂ. അതെ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം ഒരു ബാങ്കിലെ GMനെ കണ്ടിട്ട് ഒരു ബാങ്കിൽ ഒരു 10 കോടി രൂപ ലോണിന് വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ എൻ്റെ മുഖത്തേക്ക് മാത്രമേ നോക്കിയുള്ളൂ.
അപ്പോൾ ഈ നമ്മുടെ സി എക്സ്പ്ലെയിൻ ചെയ്തു ഇതിൻ്റെ പ്രൊജക്റ്റൊക്കെ ഇയാളുടെ ഫേസിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസത്തിനുള്ളിൽ 10 crores ലോൺ എടുത്തു. 10 കോടി ലോൺ ഒറ്റ ദിവസത്തിനുള്ളിൽ സാങ്ഷൻ ചെയ്തു. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എവിടെ പ്രൊജക്റ്റ് ചെയ്യണം? നമ്മുടെ അറിവുകൾ നമ്മുടെ ഫേസിൽ പ്രൊജക്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ രീതിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കണം. നമ്മളെപ്പോഴും നമ്മൾ രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുട്ടി വരുവാണെങ്കിൽ എന്താണ് വലിയൊരു സംസാരിക്കുന്ന നിനക്ക് കാര്യം ഔട്ട് അല്ലേ? ഞാൻ എൻ്റെ കുട്ടികളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന തന്നെ പൈസ കൊടുത്തിട്ട് ഞാൻ വെളിയിൽ കാറിൽ നിൽക്കും, ബാങ്കിൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റി വരും. 5 വയസ്സുള്ളപ്പം മുതൽ ബാങ്കിൽ പോയി ചെല്ലാൻ പൂരിപ്പിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ എൻ്റെ കുട്ടികൾക്കറിയാം. ATM പോയി പൈസ എടുക്കാനും അറിയാം. നമ്മൾ പേരൻസ് വിടണ്ടേ? കറണ്ട് ചാർജ് അടുപ്പിക്കാൻ കുട്ടികളെ വിടുമ്പം അതുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ എത്ര സെൻറ്റ് സ്ഥലമുണ്ടെന്ന് നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ പോലെ പല കുട്ടികളോട് ചോദിക്കുന്നത് വീട്ടിൽ അഡ്രസ്സ് ചോദിച്ചാൽ അവർക്ക് വീട്ടിൽ അഡ്രസ്സ് അറിയത്തില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സൊക്കേഷ് സെർച്ച് ചെയ്ത് ഗൂഗിളിലാണ് വീട്ടിലെ പിൻകോഡ് എടുക്കുന്നത്. നമുക്കൊക്കെ പണ്ട് പിൻകോഡിൽ കാണാൻ പാടമല്ലേ? ഇപ്പോൾ ഏത് കുട്ടികൾക്ക് പിൻകോഡ് അറിയാൻ പറ്റും? സോ ഇപ്പം നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ എവിടെയോ കേട്ടൊരു ഡയലോഗാണ് കേട്ടോ. അതായത് മറ്റേ A4 ആപ്പിൾ എന്ന് പറയുന്ന കുട്ടിയേക്കാളും A4 എയ്റോപ്ലെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനായിരിക്കും നാളെ ഒരു കോമ്പറ്റീഷനായിട്ട് വരിക എന്നുള്ളത്. സോ മേക്ക് മോർ ഡേറ്റാസ്, ലൈക്ക് റിസർച്ച് യുവർ സെൽഫ്. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് ഓൾസോ എല്ലാ കാര്യത്തിലും പ്രാക്ടീസ് ചെയ്യാം. മേക്ക് യുവർ സെൽഫ് ബെറ്റർ പേഴ്സൺ. ഈവൻ ലാംഗ്വേജ് ആയിക്കോട്ടെ, സ്കില്ലായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാലും. അതേപോലെ തന്നെ സർ പറഞ്ഞൊരു ഭയങ്കര വലിയൊരു പോയിന്റ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഫാൻ ഓഫ് ചെയ്യാനുള്ളൊരു ബോധമുണ്ടോ, ടാപ്പ് അടയ്ക്കാനുള്ള ഒരു ബോധമുണ്ടോ, നിങ്ങൾക്ക് ആ കോൺഷ്യസ്നെസ് ഉണ്ടോ, നിങ്ങളാരും പറ്റിക്കില്ല എന്നുള്ളതാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് സർ, നമുക്ക് ഇത്രയും സാറിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് തന്നതിന്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് താങ്ക് യു.